അവര് ജോയിൻ ആയി. അസ്സലാമു അലൈക്കും. ഹയ്യാക്കുമുള്ള ജമിയാൻ. എല്ലാവരും എക്സാം അടുത്തിരിക്കുന്ന സമയമാണ് അല്ലെ? PSC പഠനത്തിന്റെ തിരക്കിലായിരിക്കും എന്ന് കരുതുന്നു. ഇപ്പോ നമ്മളെ വെബിനാർ സീരീസിന്റെ ലാസ്റ്റ് ഡേ ആണല്ലോ അല്ലെ? ബാക്കി എല്ലാ വിഷയങ്ങളും നിങ്ങൾ കംപ്ലീറ്റ് ആയോ? ചേട്ടൊന്ന് ഓപ്പൺ ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ്. ഓക്കെ, പഠിച്ചുകൊണ്ടിരിക്കുന്നത് റെഡി ശരിയായിക്കോളും. നമ്മൾ എന്ത് ചെയ്യാ, പഠിക്കുന്നത് കൃത്യമായിട്ട് പഠിച്ചിട്ട് മുന്നോട്ട് പോവാ. എന്തായാലും ഇന്നിപ്പോ നമ്മുടെ ഓക്കെ മ്യൂട്ടഡ് ആണ്. ഓക്കെ, ചാറ്റ് ചെയ്താൽ മതി, ചാറ്റ് ബോക്സ് ഓപ്പൺ ആണ്. പിന്നെ അത് പ്രശ്നം ഉണ്ടാവണ്ടെന്ന് കരുതിയിട്ടായിരിക്കും. ശരി, അപ്പോ ടീച്ചിങ് മെത്തഡോളജി ആണ് പിന്നെ ഇപ്പോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പിന്നെ ഇൻഷാല്ലാ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ടീച്ചിങ് മെത്തഡോളജിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിന്റെ മുമ്പ് അത് എനിക്കറിയാം മെജോറിറ്റി ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ട് വരുന്ന ഒരു സബ്ജക്റ്റ് ആണ് അല്ലെ? അപ്പൊ ടീച്ചിങ് മെത്തഡോളജിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ ഭയങ്കര പ്രയാസമായിട്ട് നിങ്ങൾക്ക് തോന്നാൻ കാരണം ഒന്നാമത് എന്ന് പറഞ്ഞാല് അദബോ നഹ്വോ പഠിക്കുന്ന പോലെ നമ്മളിത് എല്ലാ ക്ലാസ്സുകളിലും പഠിച്ചിട്ടില്ല. നമ്മളത് പിന്നെ ടീച്ചിങ് മെത്തഡോളജി ഒന്നുകിൽ DLEDോ BEdോ ചെയ്തവർ അല്ലെങ്കിൽ ഡിഗ്രിക്കൊക്കെ ഒറ്റൊരു സബ്ജക്റ്റ് ആയിട്ട് ഒരു വർഷം പഠിച്ചിട്ട് അതുപോലെ തന്നെ നിർത്തി പിന്നെ അതിന്റെ മുമ്പോ ശേഷമോ ആ ഒരു വിഷയം പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് ടീച്ചിങ് മെത്തഡോളജിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാക്കാനുള്ള ഒരു കാരണം. നഹ്വ് ആയാലും അതുപോലെ നിങ്ങൾക്ക് അറിയാം, ഒരു വർഷം പഠിച്ചത് സെക്കൻഡ് ഇയർ ആകുമ്പോൾ വീണ്ടും അതിന്റെ ബാക്കി, അങ്ങനെ നമ്മൾ ആ ഒരു സബ്ജക്റ്റിനോട് ഫെമിലിയർ ആണ്. ഇതിൽ അതല്ല എന്നുള്ളതാണ് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എഴുതുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരുപാട് തിയറികള്, ടെക്നിക്കൽ ടേംസുകള്, പിന്നെ അങ്ങനെ ഇനി അഥവാ ചോദിക്കുന്ന ചോദ്യം തന്നെ കൺഫ്യൂഷൻ ആയിട്ട് വരിക. അതുപോലെ ആൻസേഴ്സ് നോക്കുന്ന സമയത്തൊക്കെ ഒരുപോലെ ആയിട്ട് കാണാം. ഇങ്ങനെയൊക്കെയുള്ള കുറെ പ്രയാസങ്ങൾ നിങ്ങൾക്ക് ഉണ്ടോ? ജസ്റ്റ് ഒന്ന് ഇന്ററാക്ട് ചെയ്താല്. ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയൊക്കെ കുറെ പ്രയാസങ്ങൾക്ക് എല്ലാവർക്കും വരുന്നുണ്ട് എന്നുള്ളതാണ്. യെസ് അല്ലെ? അപ്പൊ എന്താ വെച്ചാല് എനിക്ക് ഏകദേശം നിങ്ങൾ റെസ്പോൺസ് കിട്ടിയാൽ എനിക്ക് അതിന്റെ ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഇൻഷാല്ല ഈ ഒരു ക്ലാസ് ഞാൻ എടുക്കാന്ന് വിചാരിക്കുന്നത്. അതല്ലാതെ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് തിയററ്റിക്കലായി ക്ലാസ് ഒന്നും എടുക്കുന്നില്ല. ഓൾറെഡി നമ്മൾ അതൊക്കെ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഈ നിങ്ങൾ ഈ ഒരു എക്സാമിനോട് അടുത്തിരിക്കുന്ന സമയത്ത് നമ്മളിപ്പോ ഒരുപാട് ടോപ്പിക്സ് പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു ബെനഫിറ്റ് ലഭിക്കൂല എന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ല നിങ്ങളൊരു 10-40 മിനിറ്റ് ഞാൻ വളരെ ഷോർട്ടായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു നമ്മളിപ്പോ ഇതുപോലെ ഞാൻ പറഞ്ഞു ഒരു ഡീപ്പ് സ്റ്റഡി ചെയ്തിട്ടുള്ള ഒരു സബ്ജക്റ്റ് അല്ല ടീച്ചിങ് മെത്തഡോളജി എന്ന് പറയുന്നത്. അപ്പോ ഡീപ്പ് സ്റ്റഡി ചെയ്യാതെ ഇനിയിപ്പോ എന്താ പറയാ ക്വസ്റ്റ്യൻസ് അതിന്റെ കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ കൺഫ്യൂഷനൊക്കെ ഒഴിവാക്കിയിട്ട് എങ്ങനെ എത്താൻ പറ്റും എന്നുള്ളത് ഒരു പരിധി വരെ ഇൻഷാല്ല ഈ ഒരു അവസാന ഘട്ടമായതുകൊണ്ട് പറയാണ്, പെട്ടെന്ന് ഒരു ഓടിച്ചു പോലിലൂടെ നിങ്ങൾക്കൊരു എളുപ്പമാർഗം കൊണ്ടുവന്നിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ഞാൻ എന്താണ് തിയററ്റിക്കൽ ക്ലാസ് അല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് പ്രാക്ടിക്കൽ ആയിട്ട് എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മെയിൻ ആയിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും സംശയങ്ങൾ വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു 2-3 ഏരിയ ആണ് ഏറ്റവും കൂടുതൽ സംശയമായിട്ട് വരുന്നത്. അതായത് ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ഏരിയാസ് അല്ലെ? പിന്നെ അതുപോലെ തന്നെ എത്ര ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു പെഡഗോജി എന്ന് ചോദിക്കുക, മെത്തഡോളജി എന്ന് ചോദിക്കുക. അതുപോലെ തന്നെ ഈ മെത്തഡോളജി ആൻസേഴ്സ് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ എന്തെങ്കിലും ടിപ്സോ ട്രിക്സോ ഒക്കെ ഉണ്ടോ? ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് എല്ലാവരുടെ ഉള്ളിലുള്ള ഒരു ക്വസ്റ്റ്യൻ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിന് പുറമെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാല്ല നമുക്ക് അവസാനം ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുന്ന Q&A സെഷനിൽ നമുക്ക് അതും കൂടെ കവർ ചെയ്യാം. ഓക്കെ, അപ്പോ ടീച്ചിങ് മെത്തഡോളജിയുടെ ഇമ്പോർട്ടന്റ് ഏരിയാസ് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇതാണ് നമ്മുടെ സിലബസിൽ വരുന്ന സ്ഥലം. അതായത് ടീച്ചിങ് ലാംഗ്വേജ്, ദിറാസത്തുൽ ലുഗത്തുൽ അറബിയ വക്തിസാബിഹ, അതുപോലെ തന്നെ നെളരിയാത്ത്, പ്രധാനപ്പെട്ടിട്ടുള്ള 2-3 നെളരിയാത്തിനെ കുറിച്ചിട്ടാണ് കൂടുതലും ചോദിക്കുന്നത്. ഇപ്പൊ കേട്ടറ്റില് പെഡഗോജിക്ക് ആണെങ്കിൽ ഒരുപാട് നെളരിയാത്ത് ചോദിക്കുന്നുണ്ട്. ഇവിടെ പ്രധാനപ്പെട്ടിട്ട് 2-3
നളറിയൽ ബിനാഇയ അൽ ഇജ്തിമായ, നളറിയൽ മാറഫിയ, അങ്ങനെ കുറച്ച് ഏരിയകൾ കൂടി ഉണ്ട് കേട്ടോ. അത് നമ്മുടെ സിലബസിൽ വന്നിട്ടുള്ള ഒരു ഏരിയ ആണ്, പക്ഷെ ഇതിന്റെ ഔട്ട് ഓഫ് സിലബസ് ആയിട്ടും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പിന്നെ കുറച്ച് ടീച്ചിങ് മെത്തേഡ്സുകള്, മഹാറാത്തുൽ ലുഗത്തുകള്, ലാംഗ്വേജ് സ്കില്ലുകളെ കുറിച്ചിട്ട് ചോദിക്കുന്നുണ്ട്. ലേണിംഗ് എൻവയോൺമെന്റ്, പ്ലാനിങ്, അദവാത്ത് വൽ വസായില്, അൻഷിത്തത്തു ദിറാസിയ, തഖ്വീം, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയ. അതിൽ ഏതാണ് ഇമ്പോർട്ടന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരമില്ല, കാരണം ഇവിടെ എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പോ എല്ലാ ക്വസ്റ്റ്യനും നമ്മളിപ്പോ പ്രീവിയസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാ ഏരിയയും ഇമ്പോർട്ടന്റ് ആയിട്ടാണ് മനസ്സിലാവുന്നത്. എല്ലാ ഏരിയയിൽ നിന്നും പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇപ്പൊ ഒരു ഇന്ന ഏരിയ കൂടുതൽ പഠിക്കണം എന്നുള്ളത് പറയുന്നില്ല. നമ്മൾ പിന്നെ കാറ്ററ്റ് ഒക്കെ ആണെങ്കിൽ ഇന്ന ഏരിയ, ഇപ്പൊ നളരിയത്തിന് ഇന്ന രീതിയിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരും, ആ രീതിയിലൊക്കെ പറയാറുണ്ട്. പക്ഷെ പി എസ് സിന്റെ ഒരു പാറ്റേൺ നോക്കുമ്പോൾ എല്ലാ ഏരിയയിൽ നിന്നും ഒരുപോലെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് രണ്ടാമതായിട്ടുള്ളത് എന്ന് പറഞ്ഞാല് പിന്നെ എത്ര ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു പോർഷനിൽ വരുന്നത് എന്നുള്ളതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് ചോദിക്കുന്നത്. എത്ര പോർഷൻസ് ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതിനൊരു കറക്റ്റ് ആൻസർ ഇല്ല. കാരണം വെയിറ്റേജിനനുസരിച്ചിട്ടാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നത്. ഇപ്പോൾ നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്തു നോക്കണം, അതിൽ കാണാൻ പറ്റും ഓരോ ഏരിയന്ന് ഇപ്പോ അതബിന്ന് നമ്മൾ ഇത്ര ക്വസ്റ്റ്യൻ വരും എന്നുള്ളത് നമുക്ക് കണക്ക് പറയാൻ പറ്റൂല. അത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു തവണ നമ്മള് ടീച്ചർ പറഞ്ഞായിരുന്നു, നമ്മൾ നെറ്റ് എക്സാമിന് പഠിക്കുമ്പോൾ കുറച്ച് മുമ്പ് നെറ്റ് എക്സാമിന്റെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ജാഹിലി ഭാഗത്ത് നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കായിരുന്നു. അപ്പോ എല്ലാവരും എന്ത് ചെയ്യും, സിലബസിന്റെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് പഠിച്ചു പോരും, എന്നിട്ട് എന്ത് ചെയ്യും, അവര് പിന്നെ അതിങ്ങനെ അറ്റൻഡ് ചെയ്യും. ഒരുപാട് ആളുകൾക്ക് നെറ്റ് കിട്ടായിരുന്നു. പെട്ടെന്ന് പിന്നെ കുറച്ച് കുറച്ച് ലേറ്റസ്റ്റ് ആയ സമയത്ത് എന്ത് ചെയ്തു, അപ്പൊ ഒരു കുട്ടി എന്ത് ചെയ്തു, എപ്പോഴും ജാഹിലി പഠിച്ച് പഠിച്ച ആ കുട്ടിക്ക് ഭയങ്കര ബോറടിച്ച്. അതിൽ ആ കുട്ടി എന്ത് ചെയ്ത്, ലാസ്റ്റ് അങ്ങോട്ട് അസറുൽ ഹദീസിന്റെ അവിടുന്ന് അങ്ങോട്ട് പഠിക്കാൻ വന്ന്. ആ ഒരു പ്രാവശ്യം നെറ്റ് എക്സാമിന്ന് മെജോറിറ്റി ക്വസ്റ്റ്യനും അസറുൽ ഹദീസ് എന്ന് എടുത്തിട്ടിട്ട് ചോദിച്ചു. ആ കുട്ടിക്ക് നെറ്റ് കിട്ടി. അപ്പോ പിന്നെ പറയുന്ന എങ്ങനെ വെച്ചാല്, ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ പാറ്റേൺ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഓരോ തവണ ഓരോ ഏരിയയിലേക്ക് ഫോക്കസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അവിടെ വെയിറ്റേജ് കൂടുതൽ വരും, എന്നിട്ട് അവിടെ ക്വസ്റ്റ്യന്റെ എണ്ണം കൂടുതലായിട്ട് കാണുകയാണ് ചെയ്യുക. ചില സമയത്ത് ട്രാൻസ്ലേഷൻ നന്നായി ചോദിക്കുന്നത് കാണാം. അപ്പൊ നമ്മൾ നന്നായി ട്രാൻസ്ലേഷൻ പഠിച്ചാൽ പിറ്റത്തെ പ്രാവശ്യം പെഡഗോജി നന്നായിട്ട് ചോദിക്കുന്ന കാണാൻ പറ്റും, പിന്നെ അദബ് കാണാൻ പറ്റും. അപ്പോൾ ഓരോ വെയിറ്റേജ് ആണ്. അപ്പൊ എല്ലാ ഏരിയയും ഒരുപോലെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാനും സാധ്യതയുണ്ട്. അപ്പൊ എത്ര എണ്ണം എന്നുള്ളതിലും നമുക്കൊരു കൃത്യത പറയാൻ പറ്റില്ല. ദെൻ മെത്തഡോളജി ക്വസ്റ്റ്യൻസിനെ നിങ്ങൾ എങ്ങനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ ഇതിൽ പറഞ്ഞത്. കാരണം നിങ്ങൾ തിയറി ക്ലാസ്സുകളും ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ അതില് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസിനെ കുറച്ച് പാറ്റേൺ ആയിട്ട് തരംതിരിച്ചു. നമ്മൾ ലേറ്റസ്റ്റ് വന്ന ക്വസ്റ്റ്യൻസിനെ കുറച്ച് പാറ്റേൺ ആയിട്ട് തരംതിരിച്ചു. അപ്പൊ നിങ്ങൾ ഓരോ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസിനെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പഠിക്കേണ്ടത്. അപ്പൊ അതിൽ ഒന്നാമത്തെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് അല്ലെങ്കിൽ തിയററ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാം. ഓക്കെ, ഓരോ ടൈപ്പ് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് എന്താ പറയുക, ആ രീതിയിൽ പഠിച്ചാൽ മതി. അപ്പൊ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒന്ന് ആൻസർ ചെയ്യാൻ പറ്റും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ആണ്. പോയോ? ഓക്കെ, വൺ സെക്കൻഡ്. ഓക്കെ, ത്വരീഖത്തുൽ മഷ്റൂ മിൻ ഇൻതാജിൽ മുഫക്കിർ, പൗലോ
കെൽപ്പറാട്ടിക് ചൊണ്ടിവ് അല്ലെ. ഇത് സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സി ആണ് ആൻസർ. അപ്പോ ഇതുപോലെ തിയറിറ്റിക്കൽ ആയിട്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇത് സിമ്പിൾ ആണ്, ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക വളരെ സിമ്പിൾ ആണ്. കാരണം നമ്മള് പിന്നെ സ്റ്റഡി മെറ്റീരിയൽ എടുത്തിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഒരു പുസ്തകത്തിൽ നമ്മൾ പഠിക്കുമല്ലോ, ഒരു പുസ്തകത്തിൽ പദവ് കാര്യങ്ങളൊക്കെ പഠിക്കുന്നില്ലേ, അതേ രീതിയിൽ പഠിച്ചാൽ മതി. നമുക്ക് ഒരുപാട് ബുദ്ധി ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു കാര്യം വായിച്ച് പഠിക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്യുക, ഡയറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരിക. ഇത് ഓരോന്നിന്റെ ആളുകൾ ആരൊക്കെയാണ്, അല്ലെങ്കിൽ ഓരോ തിയറിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. യെസ്, കഴിഞ്ഞ എക്സാമിന് ഓക്കെ ഓക്കെ ചലഞ്ച് കൊടുത്തതാണ് അല്ലെ. ഓക്കെ, അതാ ഇൻതാജ് എന്നുള്ള ഒരു സംഗതി വരുന്നത് കൊണ്ടാണ്. കിൽപാട്രിക് ആണോ വരുന്നത്? കറക്റ്റ്. ഓക്കെ ഓക്കെ ഓക്കെ, ഒന്ന് നോട്ട് ചെയ്യണേ. കിൽപാട്രിക് ആണ് വരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അവിടെ ഇൻതാജിൽ മുഫക്കിർ എന്നുള്ള ഒരു വിഷയം വരുന്നുണ്ട്. ശരി, ഓക്കെ, താങ്ക് യു റുബീന. Then next, يدرس الطلاب باللغة الهدف داخل الفصل هو من. Just ഒന്ന് ആൻസർ ചെയ്യണേ. എ ബി, എ ബി. ഓക്കെ, ബാലൻസസ് വരുന്നുണ്ട്. അതാണ് ഈ ഒരു ഇതിന്റെ ഒരു പ്രശ്നം, നമ്മളെ പഠിപ്പിക്കുന്നുള്ള. അപ്പൊ നിങ്ങൾ എന്താണോ പഠിക്കുന്നത് അത് കറക്റ്റ് എന്ത് ചെയ്യാ, മനസ്സിലാക്കിയിട്ട് പഠിക്കുക എന്നുള്ളതാണ് തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനുള്ള ഏറ്റവും നല്ല വഴി. അപ്പോ ഇതിലെന്താ പറഞ്ഞത്, ദാഖിലൽ ഫസ്ല്, ഒരു ക്ലാസിന്റെ ഉള്ളിൽ വെച്ചിട്ട് ലുഅത്തുൽ ഹദഫ് എന്ന് പറഞ്ഞാൽ ടാർഗറ്റഡ് ലാംഗ്വേജ്. നമ്മൾ ഏത് ലാംഗ്വേജ് ആണോ പഠിക്കാൻ പോകുന്നത്, ഇപ്പൊ നമ്മളൊക്കെ അറബി പഠിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കുന്നവരുണ്ടാവും, ഫ്രഞ്ച് പഠിക്കുന്നവരുണ്ടാവും. അതാണ് ലുഅത്തുൽ ഹദഫ് എന്ന് പറയുന്നത്. നമ്മൾ ഏതാണോ ആ പഠിക്കാൻ ലക്ഷ്യം വെക്കുന്ന ലാംഗ്വേജ്, അത് പഠിപ്പിക്കുന്നത് ഏത് മെത്തേഡാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതാണ് ത്വരീഖത്തുൽ മുബാഷറ, ഡയറക്റ്റ് മെത്തേഡ്. കാരണം ത്വരീഖത്തു തർജുമ, തഖ്ലീദിയ എന്നൊക്കെ പറയുന്ന ഒരേ മെത്തേഡിന്റെ പേരാണ്. ഓക്കെ, ത്വരീഖത്തു തർജുമ, ത്വരീഖത്തു തഖ്ലീദിയ സെയിം ആണ്. നമുക്കറിയാം ട്രാൻസ്ലേഷൻ മെത്തേഡാണ്. നമ്മുടെ അറബി പറയുന്നു, മലയാളം പറയുന്നു, ആ രീതിയിലുള്ള വരുന്നതാണ്. പിന്നെ മറ്റൊന്ന് ഇസ്തിംബാത്തിയ എന്ന് പറയുന്ന ഇൻഡക്റ്റീവ് മെത്തേഡ് വരുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ ഇത് ത്വരീഖത്തുൽ മുബാഷറ എന്നൊക്കെ പറയുന്ന ക്ലാസ് എടുക്കുന്നിടത്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും അല്ലെ, അവിടെ ഫസ്ലിന്റെ ഉള്ളിൽ നിന്ന് അൽവാത്തുൽ ഹദഫിൽ വെച്ചിട്ട് പഠിപ്പിക്കുന്നത് എന്നുള്ള രീതിയിൽ. ശരി, അടുത്തത് മറ്റൊരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഏത്, ഡയറക്റ്റ് ആയിരിക്കും, പക്ഷെ ചില ടേംസുകൾ മാറിയിരിക്കും. കറക്റ്റ് നമ്മളെ ടെക്സ്റ്റിൽ തന്ന അതേ ടേംസിലായിരിക്കൂല അവിടെ ചോദിക്കുന്നത്. അപ്പോ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, اختر ما لم يحتوي من خطوات رئيسية لطريقة المشروع. പ്രൊജക്ട് മെത്തേഡിന്റെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പിൽ പെടാത്തത് ഏതാണ് എന്നുള്ളത്. മുഖാബല, അതുപോലെ ഖുത്ത, തൻഫീദുൽ മഷ്റൂ, തഖ്വീമുൽ മഷ്റൂ. ആൻസർ വരുന്നത് മുഖാബല അല്ലെ. എങ്ങനെ ഇവിടെ ബാക്കിയുള്ളത് വന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഖുതുവാത്തു തത്ബീഖുൽ മഷ്റൂ, പ്രൊജക്ട് മെത്തേഡിന്റെ സ്റ്റെപ്സ് പറയുന്നുണ്ടല്ലോ. ഇഖ്തിയാറുൽ മഷ്റൂ, ഒന്നെന്താണ്, സബ്ജക്ട് സെലക്ട് ചെയ്യണം. ദെൻ തഖ്തീത്ത്, അത് പ്ലാൻ ചെയ്യണം. ദെൻ തൻഫീദ്, അത് എക്സിക്യൂട്ട് ചെയ്യണം. അത് പ്ലാൻ ചെയ്തതൊന്ന് അതുപോലെ ചെയ്തു നോക്കണം. ദെൻ അത് ഇവാലുവേറ്റ് ചെയ്യണം. ഇതാണ് ഇതിന്റെ
ടേംസ് നമ്മൾ ടെക്സ്റ്റിലൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുക. അപ്പൊ ക്വസ്റ്റ്യനിൽ വന്ന് നോക്കാൻ തഖ്തീത്ത് പ്ലാനിങ് എന്നുള്ളതിന് പകരം എന്ത് വെച്ചു? വലോൽ ഖുത്ത, അല്ലെ? ഒരു പ്ലാൻ വെക്കുക. ഒന്ന് നമ്മൾ ഇതിൽ കൊടുത്ത തഖ്തീത്ത് എന്നാണ് പ്ലാനിങ്. വലോൽ ഖുത്ത ഒരു പ്ലാൻ വെക്കുക. ദെൻ തൻഫീദുൽ മഷ്റൂ, ആ പ്രൊജക്ട് എക്സിക്യൂട്ട് ചെയ്യുക. ദെൻ തഖ്വീം, അപ്പൊ ചെറിയൊരു എന്താ പറയാ ത്വരീഖത്തുൽ മഷ്റൂ എന്ന് പറയുന്ന ക്വസ്റ്റ്യന്റെ ഓക്കെ ജമുൽ മാലൂമാത്ത് ഡാറ്റ കളക്ഷൻ ഒക്കെ ഇതിൽ വരുന്നുണ്ട്. മെയിൻ ആയിട്ട് പറയുന്ന 4 സ്റ്റെപ്സുകൾ വെച്ച് എന്നുള്ളൂ. ഓക്കെ, അത് പ്ലാൻ ചെയ്യുക. പ്ലാനിങ് എന്നുള്ളതിന്റെ ഉള്ളിൽ എന്ത് വരുന്നുണ്ട്? ഡാറ്റ കളക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് മെയിൻ ആയിട്ടുള്ള 4 സ്റ്റെപ്സ്, അതിന്റെ ഒരു തത്ബീഖ് അപ്ലിക്കേഷണൽ ലെവലുകളാണ് പറയുന്നത്. ഓക്കെ, ആ 4 സ്റ്റെപ്സ് ആണ് അവിടെ മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ മുക്കാബല ഇന്റർവ്യൂ എന്നൊക്കെ പറയുന്നത് ശരിക്കും തഖ്തീത്തിന്റെ ഉള്ളിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അവിടെ ക്വസ്റ്റ്യനെയർ വെക്കാം, അങ്ങനെയുള്ള രീതിയിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതേ രീതിയിൽ ചെറുതായിട്ട് എന്ത് ചെയ്യും, അവിടെ ആ ഒരു ക്വസ്റ്റ്യന്റെ പിന്നെ ടേംസുകൾ മാറ്റിയിട്ട് വരും. പക്ഷെ നമ്മൾ കറക്റ്റ് ഒന്ന് നോക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ച അതേ സാധനം മറ്റൊരു മുത്തറാദിഫ് വെച്ചിട്ട് ചോദിച്ചിട്ടുണ്ടാവും എന്നേ ഉള്ളൂ. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. മറ്റൊരു പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ലോജിക്കൽ ക്വസ്റ്റ്യൻസ്, ഡയറക്റ്റ് ആയിട്ട് ലോജിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പെട്ടെന്ന് തന്നെ നമുക്ക് വായിച്ചിട്ട് അത് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് ആൻസർ ചെയ്യോ? ഇത് അത് അർത്ഥം വെച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ആർക്കും ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ചാറ്റ് ബോക്സ് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും എന്തില്ല ക്വസ്റ്റ്യൻസ് തമ്മിൽ, പിന്നെ അല്ല ആൻസേഴ്സ് ആർക്കും ഡിഫറെന്റ് ആയിട്ട് ആരും പറയുന്നില്ല. ഇതാണ് ഡയറക്റ്റ് ലോജിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. കറക്റ്റ് വായിച്ചിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ഇപ്പോ അറബിക് ലാംഗ്വേജ് പഠിക്കുന്നതിന്റെ ഒബ്ജക്റ്റീവിൽ പെടാത്തത് അല്ലെ എന്തൊക്കെയാണ്? ഒന്ന് അൽ മഖ്ദിറ അല തദവ്വുഖുൽ അദബിൽ അറബി, അറബി സാഹിത്യം ആസ്വദിക്കാനുള്ള ഒരു സ്കില്ല് കൊണ്ടുവരാം. മറ്റൊന്ന് അൽ മഖ്ദിറ അല ഫഹ്മി ലുഅത്തുൽ ഉമ്മ, ആ ഒരു എന്താ പറയുക, ലുഅത്തുൽ ഉമ്മ എന്ന് പറഞ്ഞാൽ മാതൃഭാഷ മനസ്സിലാക്കാനുള്ള സ്കില്ല്. ഞാൻ ഖുദ്റ അലൽ മഹാറത്തിൽ അർബ, 4 സ്കിൽസ്, ലാംഗ്വേജിന്റെ 4 സ്കിൽസിന്റെ കപ്പാസിറ്റി കൊണ്ടുവരാം. തെറായിബു ദാരിസിൻ ഫിലോത്തിൽ അറബിയ, അറബി ഭാഷയിൽ കുട്ടികൾക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത്. അവിടെ അറബി ഭാഷ എന്ന് പറയുന്ന സമയത്ത് അവിടെ ലുഅത്തുൽ ഉമ്മ് എന്നുള്ളതിന് എന്ത് വരുന്നില്ല? ലുഅത്തുൽ ഉമ്മ് എന്നുള്ളതിന് ഒരു പ്രാധാന്യം വരുന്നില്ല. അപ്പൊ അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഈസി ടു റീഡ് ആണ് ആൻഡ് സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും നിങ്ങൾക്ക് അറിയാത്തൊരു തിയററ്റിക്കൽ പോർഷന് വരുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ ആകുമ്പോഴത്തേക്ക് പെഡഗോജി കംപ്ലീറ്റ് ടഫാണ് എന്ന് വിചാരിക്കരുത്. അവിടെ പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അതിലുണ്ടായിരിക്കും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ കണ്ടോ, ഒരുപാട് ആൾ ആൻസർ ചെയ്തു, തെറ്റ് വന്നിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യാ, ഒന്ന് ആ ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ജസ്റ്റ് ഒന്ന് പോയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. കാരണം ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു പാറ്റേൺ കൂടി പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻ പേപ്പർ ആവട്ടെ, ഓരോ സെക്ഷനിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാവട്ടെ, ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും അതിൽ വെരി ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പിന്നെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഒരു മീഡിയം ലെവലിലുള്ള ക്വസ്റ്റ്യന്, കുറച്ചും കൂടി ഒരു ഹാർഡ്, വെരി ഹാർഡ്, ഇങ്ങനെ ഒരു 4-5 ലെവലിലാണ് അവർ എന്ത് ചെയ്യുക ക്വസ്റ്റ്യൻ ഇടുക. അപ്പൊ നമ്മളോട് അതിൽ ഒരു ക്വസ്റ്റ്യൻ ഇടാൻ പറയുന്ന സമയത്ത് ഈ ഒരു 4-5 ലെവലിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക ക്വസ്റ്റ്യൻ ഇടുക. കാരണം അങ്ങനെ ആവണം കുട്ടികൾക്ക് ക്വസ്റ്റ്യൻ കൊടുക്കേണ്ടതെന്ന് പറയുമ്പോൾ. അപ്പോ ഏത് ഇപ്പോ അദബാവട്ടെ പിന്നെ മെത്തഡോളജി ആവട്ടെ നെഹ്വ ആവട്ടെ, ഇതിലൊക്കെ ഇത് ഈ ഒരു പാറ്റേൺ എന്ത് ചെയ്യും, യൂസ് ചെയ്യും. അപ്പൊ നമുക്ക് ചിലപ്പം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് നമുക്കറിയാലോ, ABCD എന്ന് പറഞ്ഞിട്ട് പല രീതിയിലുള്ള കോഡുകൾ വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ വരിക. അപ്പോ ക്വസ്റ്റ്യൻ ഷഫിൾ ചെയ്തിട്ടാണ് വരിക. ഒരേ ക്വസ്റ്റ്യൻ ആണെങ്കിലും അത് ഷഫിൾ ചെയ്തിട്ടായിരിക്കും വരിക. അപ്പൊ നമുക്ക് തന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ നമുക്ക് കിട്ടിയ ആദ്യത്തെ 10 ക്വസ്റ്റ്യന് ഭയങ്കര ചിലപ്പോൾ ഈ വെരി ഹാർഡ് എന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. എല്ലാ സെക്ഷനിലെയും വെരി ഹാർഡ് എന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ആദ്യത്തെ ഒരു 10-15 നമ്മൾ കാണണമെങ്കിൽ നമ്മൾ കഴിഞ്ഞു PSC എക്സാം ഫുള്ള് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ കരുതരുത്. കാരണം അതിൽ വെരി ഈസി ആയിട്ടുള്ള ചിലപ്പോൾ ലാസ്റ്റിലേക്ക് ഒരുപാടുണ്ടാവും. പക്ഷെ നമ്മളിത് കണ്ട് നമ്മുടെ കോൺഫിഡൻസ് മൊത്തം തകർന്ന് ഞാൻ പഠിച്ചു കൊടുത്തൊന്നല്ല വന്നതെന്ന് പറഞ്ഞിട്ട് ആകെ ക്വസ്റ്റ്യൻസ് തെറ്റിക്കുന്ന ഒരവസ്ഥ ഒരുപാട് ആളുകളിൽ കണ്ടുവരാറുണ്ട്. പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആ ഒരു ലോജിക്കും അതിന്റെ ഒരു പാറ്റേണും ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻസിനെ
ഫേസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത പാറ്റേൺ, ഇപ്പൊ നേരത്തെ തെറ്റിച്ചവർക്കായാലും മനസ്സിലായിട്ടുണ്ടാവും. നേരത്തെ വന്ന ഒരു പാറ്റേൺ, എളുപ്പമുള്ള പാറ്റേൺ വന്നല്ലോ. ഇനി ഇതുപോലെ വരും. ഓക്കെ, കോംപ്രഹെൻസീവ് ടൈപ്പ്, അതായത് നമ്മൾ വായിച്ച് മനസ്സിലാക്കിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിന്റെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. നോക്കാം ഒരു എക്സാമ്പിൾ. കണ്ടോ, കുറച്ചൊരു ലെങ്തി ആയിരിക്കും, ചിലപ്പോൾ കുറച്ച് ഒരു നീട്ടി വലിച്ച് പറയുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അല്ലെ, അപ്പൊ എല്ലാവരും ആൻസർ ചെയ്യാൻ കുറച്ചൊരു സമയം എടുക്കുന്നുണ്ട്. നേരത്തെ പെട്ടെന്ന് ആൻസർ ചെയ്തവര് ഇപ്പൊ കുറച്ചൊരു സമയം. അപ്പൊ ചില ക്വസ്റ്റ്യനുകൾക്ക് കുറച്ച് സമയം വേണ്ടി വരും, ചിലത് നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ പല രീതിയിലുണ്ടാവും. ഓക്കെ, അപ്പം هو القدرة على توظيف المهارات اللفظية واللغوية والصوتية ومهارات الفصاحة للتواصل مع الآخرين سواء على المستوى الاستيعاب أو التعبير. അപ്പൊ നമ്മൾ എങ്ങനെ ഇത് ആൻസർ ചെയ്യാം? ഹുവൽ ഖുദ്റ അല, ഇത് കപ്പാസിറ്റി. ഞാൻ ആദ്യം ഇത് എങ്ങനെയാണ് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞുതരാം. എന്നിട്ട് എങ്ങനെയാണ് നമുക്ക് PSC എക്സാമിന് വളരെ കുറഞ്ഞ മിനിറ്റുകൾ അല്ലെങ്കിൽ കുറഞ്ഞ സെക്കൻഡുകളെ ഓരോ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാനുള്ളൂ. അത് കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമുക്ക് എന്താണ്, പിന്നെ കുറെ സമയം, ഒരുപാട് സമയം ഒരു ക്വസ്റ്റ്യന്റെ അടുത്ത് ചെലവഴിക്കാൻ കഴിയൂല. അപ്പൊ നമ്മള് പിന്നെ എന്താ പറയാ, പെട്ടെന്ന് പെട്ടെന്ന് ആൻസർ ചെയ്തിട്ട് പോകണം. അപ്പൊ നമുക്ക് സമയം ഇത്രയും വലിയ ക്വസ്റ്റ്യൻ ആയാലും പെട്ടെന്ന് ആൻസർ ചെയ്തിട്ട് പോകണം. ഇതിന്റെ അടുത്തുനിന്ന് വേഗം എസ്കേപ്പ് ആണല്ലോ. അതെങ്ങനെ ചെയ്യാന്നുള്ളത് ഞാൻ ആദ്യം ഡയറക്റ്റ് മെത്തേഡ് കാണിച്ചുതരാം, പിന്നെ ഒരു ട്രിക്കി മെത്തേഡ് കാണിച്ചുതരാം. ഓക്കെ, ഹുവൽ ഖുദ്റ അല തൗളീഫിൽ മഹാറാത്തിൽ ലഫ്ലിയ, അതായത് ഈ വേർഡ്സുകൾ, വേർഡിങ്ങിന്റെ ഒരു സ്കില്ല്, അതുപോലെ ലുഗവിയ ലിംഗ്വിസ്റ്റിക് ആയിട്ട് ലാംഗ്വേജിന്റെ, അതുപോലെ സൗത്തിയ ഫോണറ്റിക്സ്, നമ്മുടെ ഒരു ശബ്ദം ഈ ഒരു ഫോണറ്റിക്സ് ഉണ്ടല്ലോ. ദെൻ മഹാറാത്തുൽ ഫസാഹ, ഫസാഹ എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും. കേൾക്കുന്നില്ല? ഓഡിബിൾ അല്ല? ഉണ്ട്, ഓക്കെ കേൾക്കുന്നുണ്ട്. ഓക്കെ, എന്തെങ്കിലും റേഞ്ച് ഇഷ്യൂ ഉണ്ട് കേട്ടോ, ജസ്റ്റ് ഒന്ന് നോക്കണേ. വമഹാറാത്തുൽ ഫസാഹ ലിത്തവാസുൽ മഅൽ ആഖരീൻ, മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ആ ഒരു ഈ ഒരു സ്കില്ലുകളൊക്കെ കിട്ടുന്നത് സവാഉൻ അലാ മുസ്തവൽ ഇസ്തിയാബി അവി താബിർ, നമ്മുടെ ഒരു എക്സ്പ്രസ് ചെയ്യുന്ന ഇസ്തിയാബ് എന്ന് പറഞ്ഞ ടേം പഠിച്ചു വെക്കണേ. ഇസ്തിയാബ്, ഇസ്തിഖ്ബാല്, അതായത് ഇസ്തിഖ്ബാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ റിസീവ് ചെയ്യുന്നതാണ്, ഇസ്തിയാബ് എന്ന് പറഞ്ഞാൽ എക്സ്പ്രസ് ചെയ്യുന്നതാണ്. അപ്പൊ ഈ ഒരു താബീർ ചെയ്യാൻ, നമുക്ക് അങ്ങോട്ടേക്ക് പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള ലെവല്, ഇതിന്റെ ഈ ഒരു കപ്പാസിറ്റി, ഈ ഒരു കുതിരത്തിന് എന്താണ് പറയാന്നുള്ളതാണ് ചോദിക്കുന്നത്. അത് ലിസണിങ് ആണോ? സൗണ്ട് കുറവുണ്ടോ? സൗണ്ട് കുറവാണോ? ജസ്റ്റ് അല്ല, ക്ലിയർ ആണ്. സൗണ്ട് കറക്റ്റ് ആണ്. കറക്റ്റ് ആണ്. ഓക്കെ, സോ ഇസ്തിമാ ആണോ, ഖിറാഅത്ത് ആണോ, തഹദ്ദുസ് ആണോ, കിതാബത്താണോ? ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പൊ ഇതിങ്ങനെ ഡയറക്റ്റ് ഞാൻ പറഞ്ഞപ്പം കുറെ ആളുകൾക്കൊക്കെ മനസ്സിലായി, കുറെ ആളുകൾക്കൊന്നും മനസ്സിലായില്ല. ഞാൻ ഞാൻ ഇത്രയും നേരം അണ്ടർലൈൻ ചെയ്തതിന് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് ഞാൻ കുറച്ച് ഭാഗങ്ങൾ മാത്രം അപ്പൊ മലയാളത്തിൽ കുറച്ചും കൂടി അത് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ കുറച്ചുകൂടി ആളുകൾ എന്ത് ചെയ്തു, അത് ആൻസർ ചെയ്തു. ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. നമ്മൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസിനെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ അപ്രോച്ച് ചെയ്യേണ്ടത്. ഖുദ്റ അല തൗളീഫിൽ മഹാറത്ത്, അവിടെ ഒന്നും നമ്മൾ അർത്ഥം വെച്ച് നോക്കുന്നില്ല. നമ്മൾ ഒറ്റ കാര്യത്തിന് അർത്ഥം വെച്ചു. നമുക്ക് ഒറ്റയടിക്ക് വായിച്ചപ്പോൾ ഒറ്റ കാര്യം കിട്ടി, മഹാറത്ത്, ഖുദ്റ, ഇത് രണ്ടും നമുക്കറിയാം, ഡയറക്റ്റ് അർത്ഥം അറിയാം, അതായത് ഒരു സ്കില്ലാണ്. അപ്പൊ ഈ മഹാറത്ത് എന്ന് പറയുമ്പോൾ തന്നെ ഈ ഓപ്ഷനിൽ ഒന്ന് ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും 4 സ്കിൽസിനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പൊ ഇതിൽ ഏത് സ്കില്ലാണ് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ലഫ്ലുള്ള ലുഗവിയ ലാംഗ്വേജ് ആയിട്ടുള്ള സൗത്തിയ. അപ്പൊ ലഫ്ലിയ എന്ന് പറയുമ്പോൾ തന്നെ വേർഡിങ് പരമായിട്ടുള്ള, ലുഗവിയ ലാംഗ്വേജ് ആയിട്ട് സൗത്ത് എന്ന് പറയുമ്പോൾ ശബ്ദം എന്ന് പറയുമ്പോൾ നമുക്ക് കിതാബത്തിന് വെട്ടാം, അതിൽ ശബ്ദമില്ല. ഓക്കെ, ബാക്കി മൂന്നിലും ഒരു ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ശബ്ദത്തിന് പ്രാധാന്യം ഉണ്ട് എന്ന് വേണമെങ്കിൽ വിചാരിക്കാം. ദെൻ മഹാറത്തുൽ ഫസാഹ, വ്യക്തമായിട്ടുള്ളതാണ്. ഫസാഹത്ത് വ്യക്തതയുള്ളതാണ്. അപ്പൊ ഇതൊക്കെ മൂന്നും ഒരുപോലെ തന്നെയാണെന്ന് വിചാരിക്കാം. ദെൻ ഇവിടെ ഒരു കീട്ടം വരുന്നുണ്ട്, തവാസുൽ മഅൽ ആഖരീൻ, മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും. ഓക്കെ, മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇസ്തിമാ വെട്ടാം, അതുപോലെ ഖിറാഅത്ത് വെട്ടാം. അവിടെ നമുക്ക് മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് പറയുന്ന ഒരു ഇത് വരുന്നില്ല. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ തഹദ്ദുസും വരും, കിതാബത്തും വരും. നമുക്ക് കത്തെഴുതി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെ?
അതുപോലെ മെസ്സേജിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. തഹദ്ദുസ് എന്ന് പറഞ്ഞാൽ സംസാരിച്ചിട്ട് കാണാൻ പറ്റും. ഓക്കെ. സവാഉൻ അലൽ മുസ്തവൽ ഇസ്തിആബ് അവി തഅബീർ എന്ന് പറയുമ്പോൾ എക്സ്പ്രസ് ചെയ്യുക എന്ന് പറയുമ്പോൾ തഹദ്ദുസ്. കണ്ടോ, കറക്റ്റ് ആയി. അപ്പോൾ ഇതേ രീതിയിൽ എലിമിനേറ്റ് ചെയ്തും വെട്ടിയിട്ടൊക്കെ എന്ത് ചെയ്യുക, കറക്റ്റ്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കംപ്ലീറ്റ്. എന്നിട്ട് ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ ഖുദ്റ അലാ തൗളീഫിൽ മഹാറാത്തിൽ ലഫ്ളിയ്യ വൽ ലുഅവിയ്യ അതങ്ങ് വായിച്ചു നോക്കാം. ഈ തഹദ്ദുസ് ആയിട്ട് അത് ഓക്കെ ആണോ എന്നുള്ളത് നോക്കാം. അപ്പൊ ഈ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ കുറെ കൂടി എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ കറക്റ്റ് ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റും എന്നാണ് വിചാരിക്കുന്നത്. ഒരു ഈസി തോന്നുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് ക്ലിക്ക്? ഷുവർ. ഓക്കെ. ഒരു ഈ രീതിയിൽ എന്ത് ചെയ്യാം, ചില ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യും. ഓക്കെ. കാരണം നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളത് ചെറിയ സമയം കൊണ്ട് കിട്ടണം. അപ്പൊ അതിന് ഇതാണ് ഏറ്റവും നല്ല കാര്യം. നെക്സ്റ്റ് ഒരു കോംപ്രിഹെൻസീവ് ആണ്. ജസ്റ്റ് ആ രീതിയിലൊന്ന്, കാരണം വായിച്ചിങ്ങനെ മനസ്സിലാക്കാൻ നിൽക്കരുത്. കാരണം തിയറിറ്റിക്കൽ ആകുമ്പോൾ വളഞ്ഞു തിരിഞ്ഞേ വർത്താനം പറയുള്ളൂ. അപ്പൊ നമുക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള കീ ടേമിനെ മാത്രം ഇന്ന് പിക്ക് ചെയ്യാം. എന്നിട്ട് അതിനെ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ആയിട്ട് ഓപ്ഷൻ ആയിട്ട് കമ്പയർ ചെയ്യാം. ഓക്കെ. നേരത്തെ ഫസ്റ്റ് മെത്തേഡോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞുതരാം. വസീല അലിയ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മീഡിയ ആണ്. ഇസ്തത്തിയോ ബിഹത്തിഫ്ല് അതിൽ കുട്ടിക്ക് സാധിക്കുന്നുണ്ട് യസ്തഖീമ ലിസാനഹു തന്റെ നാവിനെ നേരെയാക്കാനും വയുഹഖിഖ ഇജ്തിമാഇയ്യതു അവന്റെ സോഷ്യലൈസേഷൻ ഒന്ന് ഫുൾഫിൽ ചെയ്യാനൊക്കെ അവന് സാധിക്കുന്നത് ഇതിലൂടെയാണ്. ഡയറക്റ്റ് പറയുമ്പോൾ ഒരുപാടൊന്നും മനസ്സിലാവില്ല. അപ്പൊ എന്തായാലും ജസ്റ്റ് ഒറ്റ പ്രാവശ്യം ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. ഡയറക്റ്റ് നമ്മളെ മെമ്മറിയിലേക്ക് കയറുന്നുണ്ടോ നോക്കുക. അപ്പൊ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് മിൻ അസ്ഹാബിൻ നളരിയ സുലൂക്കിയ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് മനസ്സിലായി ബിഹേവിയറിസത്തിന്റെ ആളാണ് ചോദിക്കുന്നത്. പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ ഇത് എന്തിനെ കുറിച്ചാണ് ചോദിക്കുന്നത് പോലും നമുക്കറിയില്ല. പക്ഷെ താഴെ ഓപ്ഷൻ കണ്ടാൽ നമുക്ക് മനസ്സിലാവും 4 സ്കിൽ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്നാണ്. അപ്പൊ ഈ മഹാറാത്തുൽ ലാവി എന്നാണ്. ജസ്റ്റ് എന്ത് ചെയ്യുക, ഫസ്റ്റ് ഓപ്ഷൻ പോയിട്ട് നോക്കാം. അപ്പൊ നമുക്ക് മനസ്സിലാവും മഹാറാത്തുൽ ലാവി എന്നാണ് ക്വസ്റ്റ്യൻ. സോ നമ്മൾ നോക്കാം. ഇവിടെ വസീല അലിയതൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഇതിൽ ഏത് മഹാറാത്താണ് എന്നുള്ളതാണ് പിക്ക് ചെയ്യേണ്ടത്. യസ്തഖീമ ലിസാനഹു അവന് അവന്റെ നാവ് അല്ല മീൻസ് അവന്റെ ഭാഷ കറക്റ്റ് ആക്കാൻ പറ്റും. വയുഹഖിഖു ഭാഷ കറക്റ്റ് ആക്കാൻ പറ്റും എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, വയുഹഖിഖു ഇജ്തിമാഇയ്യതുഹു അവന്റെ സോഷ്യലൈസേഷനും എന്ന് പറയുമ്പോൾ ഇജ്തിമാഇയ്യത്ത് എന്ന് വരുമ്പോൾ നമുക്ക് ഏത് ടേം അവിടെ കുറച്ചും കൂടെ ഇത് വരുന്നത്, സോഷ്യലൈസേഷൻ. യെസ്, തഹദ്ദുസ്. അത് ഇജ്തിമാഇയ്യത്ത് എന്ന് പറയുമ്പോൾ ശരിക്കും എന്താണ്, തവാസുൽ മഅൽ ആഖരീൻ മറ്റുള്ളവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. അതായത് മറ്റുള്ളവര്, സൊസൈറ്റി, സോഷ്യൽ എന്നൊക്കെ പറയുമ്പോൾ ഇയാളുടെ പുറത്തേക്ക് പോയി. അത് ഡിസ്കോഴ്സ് തഹദ്ദുസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ശരി മാം, അവിടെ ഇജ്തിമാഇയ്യ ഇല്ലെങ്കിൽ ഖിറാഅത്ത് ശരിയാവൂലേ മാം? ഇജ്തിമായി ഇല്ലെങ്കിൽ ഖിറാഅത്ത് റെഡിയാവും. അതാണ് നേരത്തെ തന്ന എക്സാമ്പിൾ കണ്ടില്ലേ, അവിടെ ഒന്നല്ല ഞാൻ ഫസ്റ്റ് വെട്ടിയിട്ടുള്ളൂ, ബാക്കി 3 അവിടെ വെച്ചു. കാരണം ബാക്കി 3നും അത് ഡയറക്റ്റോ കറക്റ്റ് ആണ്. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു ഒറ്റ ടേം, ഇവിടെ ഈ ഒരു ആൻസറിനെ മാറ്റുന്നത് വയുഹഖിഖു ഇജ്തിമാഇയ്യതു എന്ന് പറഞ്ഞ ടേം ആണ്. ബാക്കിയുള്ള സ്കില്ലിൽ നിന്ന് അതിനെ ഡിഫറെന്റ് ആക്കുന്നത്. ഇപ്പോ മുമ്പ് പറഞ്ഞ ക്വസ്റ്റ്യനില് ഇവിടെ പോയി പറഞ്ഞ സമയത്ത് തവാസുൽ മഅൽ ആഖരീൻ എന്ന് പറഞ്ഞപ്പോ വരെ അവിടെ ഖിറാഅ കിതാബ് വരെ ഉണ്ട്. അവിടെ മുമ്പ് കുറെ കാര്യങ്ങൾ വെട്ടിയപ്പോഴല്ല ഒറ്റ ഒരാള് മാത്രം ബാക്കിയായത്. കാരണം അത്രയും 4 സ്കില്ലുകൾ ഇന്റർ കണക്റ്റഡ് ആണ്. കുറെ കാര്യങ്ങളിൽ ഒരുപോലെയാണല്ലോ വരുന്നത്. അപ്പൊ നമ്മൾ എല്ലാ ടേമിനെയും അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, വെട്ടിക്കൊടുത്തു നോക്കാം. നെക്സ്റ്റ് ഒരു കോംപ്രിഹെൻസീവ് ടൈപ്പ്, ഡയറക്റ്റ് ചോദിക്കുന്നതിന് പകരം ഒന്ന് വളഞ്ഞ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. കിതാബ് തുബയ്യിനു ഫീ ഖുത്തത്ത് തഹ്ലീൽ അൽ അമലിയ്യ ദിറാസിയ്യ. ഈ എഡ്യൂക്കേഷൻ പ്രോസസ്സ് അനലൈസ് ചെയ്യുന്ന അതിന്റെ ആ ഒരു പ്ലാനിങ് കാര്യങ്ങളെ കുറിച്ച് പറയുന്നു. യെസ്, കിതാബുൽ മുദരിസ്. ഇവിടെ നമുക്ക് ഒരുപാട് അത് ഈ അമലിയ ദിറാസിയ എന്നൊക്കെ പറയുമ്പോൾ വിദ്യാഭ്യാസ ഒരു പ്രോസസ്സ് അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. അമലിയ ദിറാസിയ എന്ന് പറഞ്ഞാൽ പഠനം, അത്ര നമ്മൾ അതിന് അർത്ഥം വെച്ചാൽ മതി.
ഒരുപാട് അർത്ഥം വെക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം പോയി കൺഫ്യൂഷൻ വരും. പഠനത്തിന് നമ്മുടെ എന്ത് ചെയ്യുന്നതാണ് വിദ്യാഭ്യാസം അതില് തഹ്ലീൽ ചെയ്യുന്ന അതിന്റെ ഹുത്തത്തിനെ കുറിച്ചിട്ട് പറയുന്നത് പിന്നെ സിമ്പിൾ ആണല്ലോ അല്ലെ. ലെസൺ ഹാൻഡ് ബുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ടെക്സ്റ്റ് ബുക്കിന്റെ പോർഷനിൽ പഠിക്കുമ്പോൾ കണ്ടിട്ടുണ്ടല്ലോ. അതിൽ ഒരുപാട് ലെസൺ പ്ലാനുകളും കാര്യങ്ങളും എങ്ങനെ ചെയ്യണം ആ ഒരു പ്ലാനിങ് ഒക്കെ തരുന്നത്. ബാക്കിയുള്ള പിന്നെ ഇപ്പോ നമ്മൾ അനലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല, പറയുന്നതാണ്. നെക്സ്റ്റ് അടുത്തൊരു പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അസിഹൽ അജീബ, ഏറ്റവും ശരിയായിട്ടുള്ള ആൻസറിലേക്ക്, അതായത് എല്ലാ ആൻസറും ശരിയാണ്, അതിൽ ഏറ്റവും ശരിയായിട്ടുള്ളതിലേക്ക്. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യനും മെത്തഡോളജിന്ന് വരാറുണ്ട്. പക്ക അതുപോലെ അല്ല, ഞാൻ ജസ്റ്റ് ഒരു പാറ്റേൺ ആക്കിയിട്ട് കൊണ്ടുവന്നു എന്ന് മാത്രം. ഒരുപാട് കൺഫ്യൂഷൻ ആക്കുന്ന ടൈപ്പ് ഒന്നുമല്ല. നമ്മളിപ്പോ നെറ്റ് എക്സാമും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഭയങ്കര ഒരുപോലെ എല്ലാം ശരിയായിട്ട് തോന്നുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇതൊന്നും അത്ര ഡിഫിക്കൽട്ട് അല്ല. ഓക്കെ. അൽ അൻഷിത്തത്തു ദിറാസിയ തുസായിദു തുല്ലാബ്, അതായത് ലേണിംഗ് ആക്ടിവിറ്റീസ് കുട്ടികളെ സഹായിക്കുന്നത്, അതിൽ ഏറ്റവും ശരിയായിട്ടുള്ളത് ഏതാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഏതൊക്കെയാണ്? കുട്ടികളെ ഖുദ്റത്തു തൽവീൻ, അല്ലെ, അവർക്കൊരു തൽവീൻ എന്ന് പറഞ്ഞാല് കളറിംഗ് കപ്പാസിറ്റി അങ്ങനത്തെ ഒക്കെ കൊണ്ടുവരും. അല്ല തസ്മീമിൽ മനാഹിജു ദിറാസ, അതുപോലെ തന്നെ ഈ ഇത് എന്താ പറയുക കരിക്കുലം ഡിസൈൻ ചെയ്യാൻ സഹായിക്കും. ദെൻ അൽ തജ്ഹീസ് അൽ ബുനിയ തഹ്തിയ ലിൽ മദാരിസ്, സ്കൂളുകളിൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ല തഹ്ഖീഖ് അഹ്ദാഫുൽ മൻഹജു ദിറാസി, അവിടെ നിന്ന് ആ ഒരു കരിക്കുലത്തിന്റെ ഒബ്ജക്റ്റീവ്സുകൾ ഫുൾഫിൽ ചെയ്യാൻ. ഇവിടെ ഏറ്റവും ശരിയായിട്ടുള്ള ആൻസർ എന്നാണ് ചോദിച്ചത്, സിഹൽ അജീബ. ഇതിപ്പോ നമ്മൾ നോക്കുന്ന സമയത്ത് എല്ലാ ഉത്തരങ്ങളും ശരിയാണ്. അപ്പൊ അതിൽ ഏറ്റവും ശരിയായത് എങ്ങനെ എടുക്കും എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓക്കെ. ഇപ്പോ ലേണിംഗ് ആക്ടിവിറ്റീസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം കുട്ടികൾക്ക് എന്തുണ്ടായിരിക്കും? ഖുദ്റത്തു തൽവീൻ, അല്ലെ, കളറിങ്, അങ്ങനത്തെ കാര്യങ്ങൾ, പല കാര്യങ്ങളും ചെയ്യാനുള്ള കപ്പാസിറ്റി കുട്ടികൾക്ക് കിട്ടുന്ന ലേണിംഗ് ആക്ടിവിറ്റീസിലൂടെയാണ്. അതുപോലെ തന്നെ നമുക്ക് എന്ത് പറ്റും? മനാഹിജു ദിറാസ, സിലബസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കുട്ടികൾക്ക് പല ലേണിംഗ് ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട്. ഇത് ഡയറക്റ്റ് ശരിയല്ലെങ്കിലും ഇൻഡയറക്റ്റ് ശരി ഉണ്ടായില്ലേ. മറ്റൊന്ന് ഇൻഫ്രാസ്ട്രക്ചർ, കുട്ടികൾക്ക് ഇപ്പോൾ പല ലേണിംഗ് ആക്ടിവിറ്റീസുകൾ ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇപ്പൊ ഒരു മീനിനെ കുറിച്ചിട്ടുള്ള പാഠം പഠിപ്പിക്കണമെങ്കിൽ ഒരു അക്വേറിയം സ്കൂളിൽ കൊണ്ടുവരിക, അങ്ങനെയുള്ള പല ഇൻഫ്രാസ്ട്രക്ചറുകൾ ഒരുക്കാൻ ഇത് പറ്റും. അത് ലേണിംഗ് ആക്ടിവിറ്റീസുകൾ കുട്ടികളെ സഹായിക്കുന്നുണ്ട്. ദെൻ എന്താണ് മൻഹജു ദിറാസിന്റെ ആ ഒരു സിലബസിന്റെ അഹ്ദാഫ് ഫുൾഫിൽ ചെയ്യാനും അത് സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇതിലേതാ കറക്റ്റ് ആൻസർ? ഞാൻ അവിടെ എല്ലാം ടിക്ക് ചെയ്തു. ഡി തന്നെയാണ്. എന്തുകൊണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ ആരെങ്കിലും ഒരാള്? എന്തുകൊണ്ടാണ് അത് കറക്റ്റ് ആയത്? ഇവിടെ നമ്മൾ നോക്കിയപ്പോ എല്ലാം കറക്റ്റ് ആണ്. എന്തുകൊണ്ട് അത്? ഡയറക്റ്റീവ് ആയിട്ട് കുട്ടികൾക്ക് കറക്റ്റ് കിട്ടുന്നത് അതല്ലേ? അതെ. എങ്ങനെ? ഡയറക്റ്റീവ് ആയിട്ട് കുട്ടികൾക്ക് കിട്ടുന്ന ഇത് അതല്ലേ? ബാക്കിയെല്ലാം സൈഡിൽ കൂടെ ഉള്ളതല്ലേ? ഒരു പഠിക്കുന്ന ആ ഒരു പ്രോസസ്സിന്റെ കറക്റ്റ് അതെ അതെ. ഒരു ഓക്കെ, ഞാൻ പറഞ്ഞ ശരിയാണ്. അതിൽ ഏറ്റവും ശരിയായതല്ലേ ചോദിച്ചത്? അസഹുൽ അജൂബാണല്ലേ ഏറ്റവും ശരിയായത്, ഏറ്റവും അതെ. യോജിക്കുന്നത്. ഏറ്റവും എന്തുകൊണ്ട് അത് ഏറ്റവും ശരിയായി എന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റുമോ? ഗോളല്ലേ അഹ്ദാഫ് മിൻ മൻഹജ് ദറാസി എന്ന് പറയുമ്പം അച്ചീവ് ചെയ്യേണ്ട ഒരു ഗോളിലേക്ക് എത്താൻ പ്രാപ്തരാകും, അതല്ലേ? ഓക്കെ. മറ്റെല്ലാം അതിൽ ഉൾക്കൊണ്ടതാണ്. യെസ് യെസ്, അതാരാ പറഞ്ഞേ? എല്ലാ കാര്യവും അത് ഉൾപ്പെട്ടതല്ലേ? മറ്റതെല്ലാം അതിൽ ഉൾക്കൊണ്ടതാണ്. സിമ്പിൾ എല്ലാരും പറഞ്ഞത് ശരിയാണ്. പക്ഷെ അതിൽ ഞാൻ പറയാ ഒരു അസിഹൽ അജീബ എന്ന് പറയുന്നത് ഈ മൂന്നെണ്ണത്തിനെയും ഉൾക്കൊള്ളുന്നതാണ് ഈ നാലാമത്തത്. അതുകൊണ്ടാണ് ഇത് അസിഹൽ അജീബായത്. ഓക്കെ. അത് എങ്ങനെ മനസ്സിലാവും വെച്ചാൽ അത് ടീച്ചിങ് മെത്തഡോളജി, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് പോലെയുള്ള ക്വസ്റ്റ്യൻസിൽ സാധാരണ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇതിലെല്ലാം ശരിയാണ്. പക്ഷെ ഇത് എന്തുകൊണ്ട് അസിഹൽ അജീബായി എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു മൻഹജ് ദിറാസിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? കുട്ടികൾക്ക് കളറിംഗ് സ്കില്ല് കൊണ്ടുവരൽ അതിലൊരു ലക്ഷ്യമാണ്. അതിന്റെ ഒരു ഭാഗം മാത്രമാണ്. ദെൻ മനാഹിജ് ദിറാസ അവിടെ ഡിസൈൻ ചെയ്യുന്നതിന് ഈ ഒരു എന്താ പറയാ അത് മനാഹിജ് ദിറാസ ഡിസൈൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു കരിക്കുലത്തിന്റെ ഒരു ഭാഗമാണ്.
ദെൻ ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവരിക എന്ന കരിക്കുലത്തിൽ ഒരു കാര്യം പറഞ്ഞാൽ അതിനനുസരിച്ച് ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവരിക ഒക്കെ മറ്റിന്റെ ഭാഗമാണ്. അപ്പൊ ഏറ്റവും എല്ലാ ഉത്തരത്തെയും ഉൾക്കൊള്ളുന്ന ഉത്തരം അഹ്ദാഫുൽ മൻഹജ് ദിറാസി എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതന്നെയാണ് പരമപ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അതും കൂടെ ആലോചിക്കണം. അതായത് ആ ഒരു മൻഹജ് എന്ത് ചെയ്ത് കഴിഞ്ഞാലും വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കരിക്കുലത്തിൽ പറഞ്ഞിട്ടുള്ള ഗോൾസ് കുട്ടിക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതിൽ പെടുന്ന കാര്യങ്ങളാണ് ബാക്കി എന്ന് മാത്രമേ അതിൽ വരുന്നുള്ളൂ. അപ്പൊ അങ്ങനെയാണ് ഈ അസിഹൽ അജീബന്റെ ആൻസേഴ്സ് ഒക്കെ. ഇതൊന്നും പിന്നെ അത്ര നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ അല്ല. അതുപോലത്തെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ഇതിൽ. അപ്പം എല്ലാ ഉത്തരത്തെയും ഉൾക്കൊള്ളുന്ന ഒരു ഉത്തരം അവിടെ ഉണ്ടായിരിക്കും. അതെന്ന് പറഞ്ഞാല് എയിം ഉണ്ടല്ലോ, ഒരു കാര്യത്തിന്റെ എയിം ആയിരിക്കും വിദ്യാഭ്യാസം എന്തിന് എന്നുള്ളതിന്റെ ഒരു എയിം ആയിരിക്കും. അല്ലെങ്കിൽ കുട്ടിക്ക് ലഭിക്കേണ്ടത് എന്ത്, വിദ്യാഭ്യാസത്തിലൂടെ ലഭിക്കേണ്ടത് എന്ത് എന്നുള്ളതിന്റെ ഒരു അതുപോലത്തെ ഉള്ള പിന്നെ ആൻസേഴ്സ് ഉണ്ടല്ലോ, അതാണ് അതിൽ സെലക്ട് ചെയ്യേണ്ടത്. ഈ അസിഹുൽ അജീബില് അതിൽ വരുന്നതാണ് കളറിങ് പഠിക്കണം, അല്ലെങ്കിൽ കുട്ടിക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി കൊടുക്കണം. അതൊക്കെ അതിന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുപോലെയുള്ള ആ എയിമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. ബാക്കിയൊക്കെ ഒബ്ജക്റ്റീവ്സ് ആണ്. ആ ഒരു എയിം ഉണ്ടല്ലോ, വിദ്യാഭ്യാസത്തിന്റെ എയിം എന്ന് പറയുന്നത് ആ ഒരു ലക്ഷ്യമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് അവിടെ ആൻസർ ചെയ്യേണ്ടത്. അത് ഒരുവിധവും ഇതിലും ആൻസറിലും ഈ തഹ്ഖീഖ് അഹ്ദാഫുൽ മൻഹജ് ദിറാസി തന്നെയാണ് മെയിൻ ആയിട്ട് വരുന്നത്. ദെൻ അടുത്തൊരു പാറ്റേൺ വരുന്നത് ട്രാൻസ്ലേഷൻ ടൈപ്പ് ആണ്. ഇതൊക്കെ നമ്മുടെ ക്ലാസ് മെറ്റീരിയൽ ഉണ്ടല്ലോ, നിങ്ങൾ കറക്റ്റ് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതുപോലത്തെ ഉള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ പറ്റും. മെറ്റീരിയലിൽ പറഞ്ഞിട്ടുള്ള ക്ലാസ് അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയൽ നിങ്ങൾ എന്ത് ചെയ്യും, കറക്റ്റ് വായിക്കണം. അതിന്റെ എല്ലാ വേർഡിങ്ങുകളും കറക്റ്റ് ആയിട്ട് അറിയണം. കാരണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ക്വസ്റ്റ്യന് മനസ്സിലാക്കാൻ കഴിയൂല എന്താണ് ചോദിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ഇത് പിന്നെ വലിയ കൺഫ്യൂഷൻ ഉള്ള ഒരു ടൈപ്പ് അല്ല. തഹ്രീർ തർക്കീബി എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറൽ എഡിറ്റിംഗ്, നെഹ്വു മറ്റു കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ, ഫയലൊക്കെ കറക്റ്റ് ആണോ വന്നെന്നുള്ളത്. ദെൻ തിമാറ്റിക് എഡിറ്റിംഗ്, ആ പറഞ്ഞതിലെ ലോജിക്കായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അജ്റൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമറ്റിക്കൽ എഡിറ്റിംഗ്. തർക്കീമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പങ്ക്ച്വേഷൻ എഡിറ്റിംഗ് ആണ് വരുന്നത്. നെക്സ്റ്റ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഓഡ് വൺ കണ്ടെത്താൻ, ഇഖ്തറഷാദ് ഒറ്റപ്പെട്ടത്, ഇങ്ങനെയുള്ളതും ഉണ്ടായിരിക്കും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. തഖ്വീം ഹിജ്രി എന്ന് പറഞ്ഞാൽ ഹിജ്റ കലണ്ടറിനെയാണ്. ബാക്കിയുള്ളതെല്ലാം അൻവാഉ തഖ്വീമിൽ വരുന്നതാണ്. ഇവാലുവേഷന്റെ ഇനങ്ങളിൽ ക്വാർട്ടർലി ഇവാലുവേഷൻ, കണ്ടിന്യൂസ് ഇവാലുവേഷൻ, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ അല്ലെ, ബാക്കി മൂന്ന്. ഒന്നും പിന്നെ ആർക്കും സംശയമില്ലല്ലോ. ബാക്കി അപ്പൊ ഞാൻ ഏകദേശം ലേറ്റസ്റ്റ് ആയി വന്നിട്ടുള്ള കുറച്ച് പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചത്. അതിന്റെ പുറമെ മെത്തഡോളജി ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ചും കൂടെ ടിപ്സുകൾ പറഞ്ഞുതരാം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ സ്റ്റുഡന്റിന്റെ സൈഡിൽ നിന്ന് തിങ്ക് ചെയ്യണം. ഓക്കെ, ടീച്ചറുടെ സൈഡിൽ നിന്നോ പാരന്റിന്റെ സൈഡിൽ നിന്നോ ഒരിക്കലും മെത്തഡോളജിയിൽ ഒരു ക്വസ്റ്റ്യനെ തിങ്ക് ചെയ്യരുത്. അത് തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ അല്ല കേട്ടോ പറയുന്നത്. ഇതുപോലെയുള്ള കോംപ്രഹെൻസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി ലോജിക്കൽ അടങ്ങിയിരിക്കുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ കണ്ടെത്താൻ ആ ഒരു രീതിയിലാണ് ചെയ്യേണ്ടത്. അവിടെ കുട്ടിക്ക് ഏറ്റവും ബെനിഫിറ്റ് എന്താണ് കിട്ടുന്നത് എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്യും. സിമ്പിൾ അല്ല. നമ്മുടെ ഒരു പിന്നെ ഖുത്തത്തു ദിറാസിയ സനവിയ, ഒരു വാർഷിക പിന്നെ എന്താ പറയുക പഠന പദ്ധതിയൊക്കെ അതിന്റെ ഒരു പ്രയോജനത്തിൽ പെടാത്തത് എന്താണ് എന്നുള്ളതാണ്. അപ്പൊ നമ്മളൊരു വർഷത്തേക്കുള്ള ലെസൺ പ്ലാൻ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ലഭിക്കും അവിടെ മുഅല്ലിമിന് ഖുത്തത്തൻ വാദിഹ അനി താലീം, വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ടുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ്, അതായത് എങ്ങനെ പഠിപ്പിക്കണം താലീം എങ്ങനെ പഠിപ്പിക്കണം എന്നതിനെ കുറിച്ചിട്ട് ഒരു വ്യക്തമായ ധാരണ അവിടെ കിട്ടും. അതുപോലെ ടൈം എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഞാൻ ആൻസർ പറഞ്ഞു വന്നപ്പോ ആരാ ആൻസർ ചെയ്തല്ലോ, അങ്ങനെ ചെയ്യരുത് കേട്ടോ. അതും കൂടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരിക്കലും ടീച്ചിങ് മെത്തഡോളജിന്റെ ക്വസ്റ്റ്യൻസ് ഫസ്റ്റത്തെ കണ്ട് ശരിയാണെന്ന് കണ്ടിട്ട് ഒരിക്കലും ആൻസർ ചെയ്യരുത്. നിങ്ങൾ അദബിലോ വേറെ എവിടെയെങ്കിലും നിങ്ങൾ അങ്ങനെ ആൻസർ ചെയ്തോളൂ. ടീച്ചിങ് മെത്തഡോളജിയിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം ടീച്ചിങ് മെത്തഡോളജി, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് പോലെയുള്ള വിഷയങ്ങളിൽ 4 ഓപ്ഷനും ശരിയാവാൻ സാധ്യത വളരെ കൂടുതലാണ്.
അപ്പൊ അതിൽ ഏറ്റവും ശരിയായ ആൻസർ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം. അപ്പോ ഒരിക്കലും എന്ത് ചെയ്യരുത്, ആ ഒരു രീതിയിൽ ചെയ്യരുത്. ഓക്കെ. പിന്നെ അത് മാത്രല്ല, ഇവിടെ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിൽ പറയാൻ പോകുന്ന ഒന്നാണ്, ഒരിക്കലും തെറ്റിച്ചത് അങ്ങനെ പറയുന്നില്ല കേട്ടോ. മീൻസ് നമ്മള് പിന്നെ പെട്ടെന്ന് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ, നമ്മൾ എല്ലോണം പഠിച്ചിട്ടുള്ള ആളുകളായിരിക്കും, പക്ഷെ പെട്ടെന്ന് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിന് മാറിപ്പോവും. അത്രേ ഉള്ളൂ, ആ ഒരു സിറ്റുവേഷനിൽ ജസ്റ്റ് മാറിപ്പോവും. അതാണ് നമ്മൾ എന്ത് ചെയ്യുക, വീട്ടിൽ വന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ അയ്യോ ഇത് പഠിച്ചായിരുന്നു, ഇത് തെറ്റിപ്പോയി എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിന്റെ ഒരു വിഷയം വരുന്നതാണ്. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യന് കാര്യങ്ങളൊക്കെ പിന്നെ വർക്കൗട്ട് ചെയ്യുക, അതിന്റെ കൂടെ ഇതുപോലെ കുറെ കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർത്ത് വെക്കാനുണ്ടായിരിക്കും. അപ്പൊ ഞാൻ പറയാ പോകുന്നൊരു പോയിന്റ് ആണ്, ജസ്റ്റ് ഇവിടെ പറയാം. ഇവിടെ ഒരു കാര്യം ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ലൈസമിൻ എന്നാ പറഞ്ഞത്, അതല്ലാതെ മിൻ ഫവാഇദി എന്നല്ല പറഞ്ഞത്. ലെസൺ പ്ലാൻ ചെയ്യുന്നതിന്റെ പ്രയോജനമല്ല ചോദിച്ചത്, ഇത് പ്രയോജനാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അധ്യാപകന് ആ ഒരു ടീച്ചിങ്ങിനെ കുറിച്ച് വ്യക്തമായ ഒരു പ്ലാനിങ് ലഭിക്കും എന്നുള്ളത് അതൊരു പോസിറ്റീവ് അല്ലേ. അതിന്റെ പ്രയോജനത്തിൽ പെടാത്ത നെഗറ്റീവാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. തുസായിദുൽ മുഅല്ലിം ഞാൻ ജസ്റ്റ് അങ്ങനെ ഒരാളെ പ്രത്യേകം വെച്ച് അങ്ങനെ പറഞ്ഞല്ല കേട്ടോ, ജസ്റ്റ് പല കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ പറഞ്ഞെന്ന് മാത്രം. ദെൻ തുസായിദുൽ മുഅല്ലിം ഫി തൗസിയൽ വഖ്ത്, ഇതൊക്കെ എന്താ പറയുക നമുക്ക് ഓക്കെ ഓൺലൈൻ എക്സാം വന്നാൽ ഇത്തരം ക്ലിയർ ചെയ്യാം. അത് എനിക്ക് അത്ര ധാരണ ഇല്ല കേട്ടോ, അതിനെ കുറിച്ചിട്ട് നോക്കാം, അന്വേഷിച്ചിട്ട് പറയാം. തുസായിദുൽ മുഅല്ലിം ഫി തൗസിയൽ വഖ്ത്, അതുപോലെ തന്നെ എന്താണ് നമുക്ക് പിന്നെ സമയം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ, അതായത് കറക്റ്റ് ആയിട്ട് ഓരോ സമയത്ത് എടുക്കേണ്ട ക്ലാസ്സുകൾ ആ രീതിയിൽ സഹായിക്കുന്നു. ദെൻ ഇംതിഹാനാത്ത്, ഈ ഒരു പിന്നെ എക്സാമിന്റെ പേപ്പർ പ്രിപ്പയർ ചെയ്യാൻ അധ്യാപകനെ സഹായിക്കുന്നു, എക്സാമിന് ക്വസ്റ്റ്യൻ ഇടാനൊക്കെ സഹായിക്കുന്നത് ഈ ഒരു പ്ലാനിങ് ഉണ്ടാവുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് കുട്ടികളോട് എന്തൊക്കെ ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കണം, കാരണം അവർക്ക് എന്തൊക്കെ അഹ്ദാഫുകളാണ് പഠിക്കാനുള്ളത് കൃത്യം ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ റെഡിയാണ്. പക്ഷെ ഇവിടെ മൻഹജ് ദിറാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സ്കോളർഷിപ്പ് ആണ്. അവിടെ ഗവൺമെന്റിൽ നിന്ന് ആർക്ക്, മുഅല്ലിം അധ്യാപകന് സ്കോളർഷിപ്പ് ലഭിക്കുക എന്ന് പറയുന്നത് അത് ലെസൺ പ്ലാനിന്റെ ഒരു പ്രയോജനത്തിൽ പെട്ടിട്ടുള്ളതല്ല. അപ്പൊ അതാണ് ശരിയായിട്ടുള്ള ആൻസർ. അപ്പൊ ക്വസ്റ്റ്യൻ കറക്റ്റ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഗതി ആയിരിക്കും, പക്ഷെ കുറച്ച് ടേംസ് കൊണ്ടും ഒന്ന് വളഞ്ഞു തിരിഞ്ഞ് ചോദിക്കുന്നത് കൊണ്ടും മാത്രമാണ് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രയാസമായിട്ടോ അല്ലെങ്കിൽ തെറ്റിപ്പോകുന്നതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള വിഷയമാണ്. ഓക്കെ, അപ്പൊ ശ്രദ്ധ നന്നായിട്ട് വേണം, അതിനു വേണ്ടി ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. എല്ലാവരും ആൻസർ ചെയ്യാണ്, ആൻസർ കണ്ടിട്ട് ക്രിട്ടിസൈസ് ചെയ്യില്ല, പക്ഷെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ആൻസർ ചെയ്ത് വരുമ്പോൾ ശരിയാക്കിയാലും തെറ്റാക്കിയാലും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുതരാൻ പറ്റും, അതുകൊണ്ട് ജസ്റ്റ് പറയുന്നതുള്ളൂ. ഇതുപോലെ ലൈസ മിന്നാണോ മിന്നാണോ ചോദിക്കുന്നത്, അവിടെ എന്ത് ചോദിക്കുന്നു അത് അടുത്ത പോയിന്റ് പറയാൻ പോവാണ്, അത് കറക്റ്റ് ആയിട്ട് നോക്കണം. അതൊക്കെ എന്താ പറയുക, നമുക്ക് ഇതൊക്കെ അറിയുന്ന കാര്യങ്ങളാണ്, പക്ഷെ നമ്മൾ ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ പഠിച്ചു പോണോണ്ട് സിമ്പിളായത് നല്ല വൃത്തിയായിട്ട് തെറ്റിച്ചു വരുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ ആരെയും കുറ്റം പറയാനൊന്നും പറ്റില്ല, അത് ഒരു എക്സാം എഴുതുമ്പോൾ നമ്മുടെ മനസ്സ് അങ്ങനെയാണ്. പക്ഷെ അത് കറക്റ്റ് നമുക്ക് ഉള്ളിൽ ഒരു ബോധം ഉണ്ടെങ്കിൽ നമ്മളത് തെറ്റിക്കൂല, അതുകൊണ്ട് ജസ്റ്റ് എടുത്ത് പറഞ്ഞെന്നുള്ളൂ. ദെൻ ഇങ്ങനെയൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നണം, ആൻസർ കിട്ടുന്നില്ലെങ്കിൽ ജസ്റ്റ് ഇതിനെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആക്കിയിട്ട് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ എന്താണ്, ഇവിടെ കണ്ടോ, പിന്നെ അധ്യാപകന് ഒരു കൃത്യമായ പ്ലാൻ കിട്ടുന്നു. ദെൻ തുസായിദുൽ മുഅല്ലിം ഫി തൗസിയൽ വഖ്ത്, ടൈം കറക്റ്റ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സഹായിക്കുന്നു. ഈ ഒരു തൗസിയൽ വഖ്ത് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, ഇതൊക്കെ കറക്റ്റ് കിട്ടണമെങ്കിൽ ഇപ്പൊ നമ്മൾ ശരിക്കും മലയാളത്തിൽ വെക്കുമ്പോൾ സമയം വിതരണം ചെയ്യാൻ അങ്ങനെയൊക്കെ നമ്മൾ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അത് പിന്നെ ക്ലാസ് കറക്റ്റ് കേൾക്കണം, അല്ലെങ്കിൽ അത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നവർ വായിച്ച് മനസ്സിലാക്കുക. കാരണം ഒരുപാട് ടേംസിന്റെ അർത്ഥം എന്താണ് പെഡഗോജിയിൽ മെത്തഡോളജിയിൽ യൂസ് ചെയ്യുന്നത് ആ ഒരു ടേംസുകൾ പഠിക്കണം, എന്നാലേ ഒരുപാട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ടൈം മാനേജ്മെന്റ്. ദെൻ തുസായിദുൽ മുഅല്ലിം ബി അഅദാദി വറഖത്തിൽ ഇംതിഹാനാത്ത്, ഇതൊക്കെ എന്താണ് പോസിറ്റീവായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ എത്തുമ്പോൾ നമുക്ക് പോസിറ്റീവോ നെഗറ്റീവോ എന്ന് എഴുതാൻ മനസ്സിലാവൂല, അപ്പൊ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, ഇങ്ങനെയൊക്കെ പല രീതിയിൽ ചെയ്യാൻ പറ്റും, എല്ലാം ഒരേ രീതിയിൽ ചെയ്യാൻ പറ്റണം എന്നില്ല, പക്ഷെ വർക്കൗട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, പല രീതിയിൽ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ശരി, ദെൻ കീ ടേംസ് ആൻഡ് ആൻസേഴ്സ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. കീ ടേംസ് ഐഡന്റിഫൈ ചെയ്തിട്ട് ആൻസർ ചെയ്യുക.
അത് നേരത്തെ പറഞ്ഞു ഫോർ സ്കിൽസിന്റെ ആ ഒരു ഏരിയകൾ പറയുന്ന സമയത്ത്. എന്നാൽ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് കീ ടേം ഐഡന്റിഫൈ ചെയ്തിട്ട് ഇതൊന്ന് ആൻസർ ചെയ്യാൻ പറ്റും. കീ ടേം വേണ്ട, ഇത് ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്ത് തരും. ഓക്കെ, കറക്റ്റ് ആണ്. ആൻസർ ചെയ്തിട്ടുള്ളത് കറക്റ്റ് ആണ്. വസീല അസാസിയ ലിമാരിഫ മദ തഹഖുഖുൽ അഹ്ദാഫുൽ മർഊബ ഫിൽ അമലിയത്തി തർബവിയ. അപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷനിൽ കുട്ടികൾക്ക് അവിടെ നമ്മൾ ഓൾറെഡി അച്ചീവ് ആ ഒരു ഗോൾസ് ഉണ്ടല്ലോ, അത് എത്രത്തോളം കിട്ടി എന്നുള്ളത് ചെക്ക് ചെയ്യാന് അവിടെ ലെസൺ പ്ലാൻ ഒന്നല്ല യൂസ് ചെയ്യുക, തഖ്വീമാണ് യൂസ് ചെയ്യുന്നത്. ശരി, ജസ്റ്റ് ഈ ഒരു ടേംസ് ഒന്ന് നോക്കൂ. ഇതും പലപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ വരുത്തുന്ന ഒരു ടൈപ്പ് ഓഫ് കാര്യങ്ങളാണ്. അതായത് ഈ ഒരു തഹഖുഖുൽ അഹ്ദാഫ്, ഒബ്ജക്റ്റീവ്സ് ഫുൾഫിൽ ചെയ്യുക അല്ലെങ്കിൽ അത് നേടിയെടുക്കുക എന്നുള്ളത്, കരസ്ഥമാക്കുക എന്നുള്ളത് ആണ് തഖ്വീം കൊണ്ടും ഖുദ്ദത്തുദ്ദിറാസ കൊണ്ടും എല്ലാം എഡ്യൂക്കേഷൻ പ്രോസസ്സ് ഉദ്ദേശിക്കുന്നത്. ആ കുട്ടി ഇപ്പൊ 2ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ഇന്ന അഹ്ദാഫുകൾ നേടിയെടുക്കണം എന്നുണ്ടായിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇവാലുവേഷൻ നടത്തുന്നതും ലെസൺ പ്ലാൻ ചെയ്യുന്നതും ലേണിംഗ് ആക്ടിവിറ്റീസ് ചെയ്യുന്നത് എല്ലാം തന്നെ. പക്ഷെ ഇവിടെ യൂസ് ചെയ്യുന്ന ടേംസിൽ ചെറിയ മാറ്റങ്ങളുണ്ട്. എല്ലാത്തിലും നിങ്ങൾക്ക് ഏകദേശം ഒരു തഹഖുഖുൽ അഹ്ദാഫ് എന്നൊക്കെ കാണാൻ പറ്റും. അത് കണ്ടിട്ട് എപ്പോഴും തഖ്വീമാണെന്ന് വിചാരിക്കരുത്. ഇവർ തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നോട്ട് ചെയ്യണം. ഈ ഒരു മുദ എന്നൊക്കെ പറയുമ്പോൾ എത്രത്തോളം കിട്ടിയിട്ടുണ്ട്, ആ ഒരു അഹ്ദാഫ് അവർക്ക് എത്രത്തോളം അവർ നേടിയെടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ആ ഒരു സംഗതി എന്ത് ചെയ്യുന്നത്, തഖ്വീമിൽ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ടേം തന്നെ യൂസ് ചെയ്യണമെന്നില്ല. ഇതിന്റെ മുത്തറാദിഫുകളായിട്ട് അവർക്ക് എത്രത്തോളം കിട്ടിയിട്ടുണ്ട് എന്നുള്ള പല രീതിയിൽ ചോദിക്കും. അപ്പൊ അവിടെ ഈ ഒരു തഹഖുഖുൽ അഹ്ദാഫിന്റെ അപ്പുറത്ത് എന്താണ് വരുന്നത് എന്നുള്ളത് കറക്റ്റ് നോക്കണം. ഇവിടെ തഹ്ഖീഖുൽ അഹ്ദാഫിന്റെ ഇവിടെ വരുന്ന കൈഫിയ വ ത്വരീഖ എന്നാണ്. അതായത് എങ്ങനെ നേടിയെടുക്കും, അതിന്റെ മെത്തേഡ് എങ്ങനെ, അതാണ് ലെസൺ പ്ലാൻ ചെയ്യുന്നതിന്റെ. ഇതെങ്ങനെ ഈ ഒരു ഒബ്ജക്റ്റീവ്സ് കുട്ടികൾക്ക് നേടിക്കൊടുക്കാൻ പറ്റും, അതിന് നമ്മൾ എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുള്ള രീതിയിലാണ് അത് വരുന്നത്. ദെൻ യുഅദ്ദി ഇല തഹ്ഖീഖുൽ അഹ്ദാഫ്. യുഅദ്ദി ഇല, ഇവിടെയൊക്കെ ടേംസ് ചിലപ്പോൾ മാറിയെന്ന് വരും, പക്ഷെ അതിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് കറക്റ്റ് വായിച്ച് മനസ്സിലാക്കണം. അതായത് ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കാൻ അതിലേക്ക് എത്തിക്കുന്നത്, അൻഷിദത്തുദ്ദിറാസിയൊക്കെ ഈ ഒബ്ജക്റ്റീവ്സ് കംപ്ലീറ്റ് കുട്ടികൾക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവരതിലേക്ക് എത്തിക്കും, ഒന്നും കൂടി ഹെൽപ്പ് ചെയ്യും. കുട്ടികൾക്ക് ലേണിംഗ് ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും നമ്മൾ എന്താണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പൊ ഒരു അർണബ് എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ, ആ ടേം പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് അത്ര കയറണമെന്നില്ല. അപ്പൊ ഒരാൾ അലിഫ് ഉണ്ടാക്കി കൊണ്ടുവരാ, ഒരാൾ റാ ഉണ്ടാക്കി കൊണ്ടുവരാ, ഒരാൾ നൂന്, എന്നിട്ട് ഒരുമിച്ച് നിർത്തി അർണബ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു ലേണിംഗ് ആക്ടിവിറ്റിയാണ് ശരിക്കും വരുന്നത്. അപ്പൊ അതിലേക്ക് എത്തിക്കും. ആ ഒരു അർണബ് എന്ന് പറയുന്ന ആ ഒരു തഹ്ഖീഖുൽ അഹ്ദാഫ് നേടിയെടുക്കുന്നതിലേക്ക് എത്തിക്കും. മറ്റൊന്ന് വസായിലു താലീമിയും ഇതുപോലെ തഖ്വിയത്ത് ചെയ്യും, ഒന്ന് ശക്തിപ്പെടുത്തും. ഇത് നേടിയെടുക്കുന്നത് ഒന്നും കൂടെ ശക്തിപ്പെടുത്തും, പെട്ടെന്ന് ഈസി ആയിട്ട് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കും. ഇത് എക്സാക്ട് ടേംസ് യൂസ് ചെയ്യണമെന്നില്ല, പക്ഷെ ഓരോന്നിന്റെയും ലക്ഷ്യങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഈ ഒരു തഹ്ഖീഖുൽ അഹ്ദാഫ് എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കംപ്ലീറ്റ് എഡ്യൂക്കേഷൻ പ്രോസസ്സ് നിലനിൽക്കുന്നത്. പക്ഷെ അവിടെ ഓരോന്നും എന്താണെന്നുള്ള ഈ ഒരു ഫ്രണ്ടിൽ വരുന്ന ടേംസ് ഒക്കെ ഒന്ന് എന്താണെന്നുള്ളത് വായിച്ച് മനസ്സിലാക്കുക കേട്ടോ, എന്നിട്ട് ആൻസർ ചെയ്യും. ഇതാണ് മറ്റൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വരുന്നത്. അഹ്ദാഫുൽ മർഊബ എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിൽ. ജസ്റ്റ് ഇതൊന്ന് ആൻസർ ചെയ്യാൻ പറ്റുമോ അപ്പോൾ? أنصرهم في العمليات التربوية لمعرفة مدارك الطلاب وتحقيق الأهداف. أحسنتم. ആൻസർ ചെയ്തിട്ടില്ല അല്ലെ? ഇവിടെ കണ്ടോ എത്രത്തോളം അവർക്ക് കിട്ടിയിട്ടുണ്ട്, കുട്ടികൾക്ക് എത്രത്തോളം അഹ്ദാഫുകൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നോക്കുന്നതാണ് തഖ്വീം. ഓക്കെ, ജസ്റ്റ് ബാക്കിയുള്ള ഓപ്ഷൻസും വായിച്ചു നോക്കണം കേട്ടോ. നഷീദ എന്ന് പറഞ്ഞ പാട്ടാണ്. രഹ്ലത്തുദ്ദിറാസിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫീൽഡ് ട്രിപ്പ് ആണ്. തദ്രീബ് അല കസ്ബുൽ അമൽ, ജോലി നേടാനുള്ള ട്രെയിനിങ്, ജോബ് ട്രെയിനിങ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ ലിമാരിഫത്തി ഇത് അറിയാനാണ്, ഇത് എത്രത്തോളം പേർക്ക് ഇത് കിട്ടിയിട്ടുണ്ട് എന്ന് അറിയാൻ നമ്മൾ യൂസ് ചെയ്യുന്ന തഖ്വീമാണ്. തഖ്വീമിനെ ചുറ്റിപ്പറ്റി ഏകദേശം ഈ ഒരു രൂപത്തിലാണ് ക്വസ്റ്റ്യൻസുകൾ കണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. പാറ്റേൺ മാറാം, ജസ്റ്റ് പറഞ്ഞു. يمكن التدريب أي شخص
على أداء مهمة بغض النظر عن الحالات الذهنية هي. ഓക്കെ, നമ്മൾ പിന്നെ ഒരുപാട് നോക്കേണ്ട കാര്യമില്ല അല്ലെ. ഓക്കെ, ഇതില് പെട്ടെന്ന് ആൻസർ ചെയ്തവര് ചിലര് അറിയുന്നവരുണ്ടാവും, ചിലര് കീ ടേംസ് ഐഡന്റിഫൈ ചെയ്തിട്ട് ആൻസർ ചെയ്തവരുണ്ടാവും. ജസ്റ്റ് അങ്ങനെ ചെയ്യാ, എന്നിട്ട് നമുക്ക് ഉത്തരം കിട്ടിയാൽ ഒന്നും കൂടെ നോക്കാം ഇത് കറക്റ്റ് അല്ലേ എന്നുള്ളത്. കാരണം ആൻസർ കിട്ടിയാൽ നമുക്കത് പെട്ടെന്ന് വിലയിരുത്തിയിട്ട് നോക്കാൻ പറ്റും, ആൻസർ അറിയാതെ നോക്കുന്നതിനേക്കാളായിട്ട്. ഓക്കെ, ഇവിടെ ഒന്നുമില്ല, കുറച്ച് പറഞ്ഞുതരാം. യുംകിനു തദ്രീബ് അയ്യി ഷഖ്സിൻ, ഏതൊരു വ്യക്തിയെ നമുക്ക് തദ്രീബ് ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും. അല അദാ ഇൻ മുഹിമ്മ ബഗ്ദ നദർ അനിൽ ഹാലാത്തി ദിഹ്നിയ, അവരുടെ ബുദ്ധിയുടെ അവസ്ഥ നോക്കാതെ നമുക്ക് ഏതൊരു ജോലിയും ഏതൊരു വ്യക്തിനെ കൊണ്ടും ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് സിംപിളി നമുക്കറിയാം നളരിയ സുലൂക്കിയാണ്. കാരണം അവര് പിന്നെ നായയെയും എലിയെയും ഒക്കെ വെച്ചിട്ട് അവര് ചെയ്തിട്ടുണ്ട്. അവിടെ ബുദ്ധി നോക്കിയിട്ടില്ല, അവിടെ ട്രെയിൻ ചെയ്തെടുക്കുക. ഈ തദ്രീബ് എന്ന് പറയുന്ന ഈ ഒരു ടേം അവിടെ നന്നായിട്ട് അവർ യൂസ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ ആ ഒരു രീതിയിലുള്ള കീ ടേംസുകൾ എന്ത് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്തിട്ട് ചെയ്യും. മാം ആ ഡി ഓപ്ഷൻ വെറുതെ കൊടുത്തു, അതെന്തെന്നാ ഡി ഓപ്ഷൻ? നളരിയൽ ബി ഒക്കെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. അങ്ങനെ അതല്ലാതെ നമ്മുടെ മെത്തഡോളജി ആയിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഉള്ള ഒന്നൊന്നല്ല. ഓക്കെ, എന്താ വെച്ചാല് ബിനാഇയ എന്നുള്ള സെലക്ട് ചെയ്യുന്നത് ബി ഇയ എന്നൊക്കെ പറയുമ്പോൾ ഒരു സദൃശ്യം തോന്നിയിട്ടോ അങ്ങനെയൊക്കെ പല രീതികൾ യൂസ് ചെയ്യും. നമ്മളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങനെയല്ല, മാക്സിമം അങ്ങനെ കൺഫ്യൂഷൻ ആക്കാൻ പറ്റുക എന്നുള്ളത് നോക്കിയിട്ടല്ലേ ചെയ്യുന്നത്. ആ രീതിയിൽ അവരും ക്വസ്റ്റ്യൻ ഇടുന്നു എന്ന് മാത്രം. ഇത് ഓൾറെഡി പറഞ്ഞല്ലോ അല്ലെ. നെക്സ്റ്റ് 8 മണിയായി. നളരിയ തക്കീഫ് ക്ലാസിക്കി മുത്തസില ബി. യെസ്, സിമ്പിൾ ആണല്ലോ അല്ലെ. നളരിയ സുലുക്കിയ, ഇവിടെ ക്ലാസിക്കി എന്ന് തന്നെ പറയുമ്പോൾ നമുക്കറിയാം ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ അവിടെ ക്വസ്റ്റ്യന്റെ ആൻസർ ഇപ്പൊ ക്ലാസിക്കലി രൂപീകരിച്ചെടുക്കുന്നതിനെ കുറിച്ചുള്ള തിയറി എന്നൊക്കെ പറയുമ്പോൾ തിങ്ക് ചെയ്യാൻ ടൈം എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, പിന്നെ ജസ്റ്റ് ഓപ്ഷൻ നോക്കുക, അത് ഏത് ഫീൽഡിൽ നിന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെളരിയകളാണ് താഴെ മുഴുവൻ കാണുന്നത്. സോ ഇത് തിയറികളെ ഭാഗത്തു നിന്നാണ്. അപ്പൊ ഇതിലെ ടേം നോക്കുക, ക്ലാസിക്കി എന്ന് പറയുമ്പോൾ തന്നെ സുലുക്കിയായിട്ട് കണക്ട് ചെയ്ത് അതിൽ ഏറ്റവും അക്തമായിട്ടുള്ള ഒന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദെൻ തക്കയ്യുഫ് അല്ലെ, തക്കയ്യുഫ്, തദ്രീബ്, ഇതുപോലെയുള്ള ടേംസുകളൊക്കെ തന്നെ ആ ഒരു നളരിയത്തുമായിട്ട് ബന്ധപ്പെട്ടാണ്. സോ പഠിക്കാത്ത അല്ലെങ്കിൽ ലാസ്റ്റ് ടൈം ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഈ ഒരു ഭാഗം നോക്കിയിട്ടില്ല എന്നുള്ളവരൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് നളരിയത്തുകളിലൊക്കെ പോയിട്ട് അതെല്ലാം വായിച്ചു പഠിക്കണം എന്നില്ല, അതിങ്ങനെ പോയിട്ട് അതിൽ കീ ടേംസ് നമ്മളിപ്പോ ക്ലാസ്സിലൊക്കെ അണ്ടർലൈൻ ചെയ്തിട്ട് അല്ലെങ്കിൽ ബോൾഡ് ആക്കിയിട്ടൊക്കെ കുറെ ടേംസുകൾ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ, അതൊക്കെ എന്ത് ചെയ്യാം, അതൊക്കെ വേഗം ഗ്രാസ്പ് ചെയ്ത് വെക്കുക, ഓരോ നളരിയത്തുമായിട്ട് കണക്ട് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ തൊലിയക്കത്തുകളെ അല്ലെങ്കിൽ ഏത് ഭാഗമായിട്ടും അതുപോലെയുള്ള കുറെ ടേംസുകൾ കണക്ട് ചെയ്ത് വെക്കാം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് പിന്നെ ആൻസർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൽ വരുന്നതാണ് തഖലീദ് വത്തക്രാർ അല്ലെ. തഖലീദ് വത്തക്രാർ ഒക്കെ നളരിയ സുലൂക്കിയായിട്ട് ബന്ധപ്പെട്ട ടേംസ് ആണ്. ഇതുപോലെ ഓരോ തിയറിയുമായി ബന്ധപ്പെട്ട ടേംസുകളൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യാം, ഒരു ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെച്ചാൽ മതി, നളരിയ സുലൂക്കിയായിട്ട് ബന്ധപ്പെട്ട ടേംസ്. ദെൻ അടുത്തത് ആ ഒരു രീതിയിലൊക്കെ ചെയ്താൽ പെട്ടെന്ന് ശരിയായ ആൻസറിലേക്ക് എത്താൻ പറ്റും. മറ്റേ നമ്മളിങ്ങനെ ഒരുപാട് ലൈൻസ് ആയിട്ട് പഠിപ്പിച്ചിട്ട് നമ്മളെ ബ്രെയിനിന് കൊടുത്താൽ ഒരു ചോദ്യം വരുമ്പോൾ ബ്രെയിൻ എന്ത് ചെയ്യും, എല്ലാ നളരിയത്തിലൂടെ കൂടെ പോകും. ഓക്കെ, ഇതാവുമ്പോൾ ആ ഒരു ലിസ്റ്റിലൂടെ മാത്രമേ ബ്രെയിൻ പോവുള്ളൂ, കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യും ചെയ്യും. ഓക്കെ, ബാങ്ക് കൊടുക്കുന്നുണ്ട് ജസ്റ്റ്.
اختر ما لا ينبغي مراعاته عند تقديم الدرس أمام أطفال يواجهون التحديات المختلفة. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ നേരത്തെ ഞാൻ പറഞ്ഞു. ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ക്ലിയർലി ഐഡന്റിഫൈ വാട്ട് ഇസ് ബീങ് ആസ്ക്ഡ്. ഓക്കെ, അപ്പൊ എന്താണ് ചോദിച്ചതെന്നുള്ളത് കണ്ടോ. മാ എംബായി അല്ലെങ്കിൽ മാല എംബായി, ഇവിടെ ലാ വന്നിട്ടുണ്ടോ നോക്കണം. നമ്മൾ സ്പീഡിൽ ഓടി പോകുമ്പോ മാ എംബായി മാല എംബായി ഒരുപോലെ വായിക്കും. ദെൻ മാ യസ്യഹ മാല യസ്യഹ മിൻ ഫവാഇദി, അല്ലെങ്കിൽ എന്താ ലൈസ മിൻ ഫവാഇദി, ഏതാണ് അവിടെ ചോദിച്ചത്? യഅ്തി മാല യഅ്തി. ഓക്കെ, അപ്പൊ ഇതേപോലെ ഈ ലാ ഇടയിൽ വരുന്നതോ അല്ലെങ്കിൽ ഈ ലൈസ വരുന്നതോ ഇതിങ്ങനെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ചോദിക്കുന്നത് എന്നുള്ളത് ഓടിച്ച് നമുക്ക് തിരക്കിൽ നമുക്ക് പറ്റുന്ന കുഞ്ഞു കുഞ്ഞു അബദ്ധങ്ങളാ. കറക്റ്റ് പഠിച്ച സ്ഥലങ്ങളോ അല്ലെങ്കിൽ ഈസി ക്വസ്റ്റ്യൻ ആയിരിക്കും. ഈ ഒരു സബ്ജക്ട് പഠിക്കാത്തവർക്ക് വരെ എഴുതാൻ പറ്റുന്ന ആൻസർ ആയിരിക്കും അതിന്റെ അർത്ഥം മനസ്സിലായി കഴിഞ്ഞാല്. അപ്പം അത് തെറ്റിക്കരുത്. ഒന്ന് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഒന്ന് സാവകാശം, ഒന്ന് ജസ്റ്റ് ചവിട്ടി പിടിക്കുക. ഒന്ന് ക്വസ്റ്റ്യൻ എന്താ എന്നുള്ളത് നോക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഓപ്ഷൻ നോക്കുക, ഏത് ഏരിയ എന്നാ നോക്കുക. എന്നിട്ട് ക്വസ്റ്റ്യനിൽ കീ ടേംസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നോക്കുക. ഈ ഒരു രീതിയിലുമാണ് നമ്മൾ ടീച്ചിങ് മെത്തഡോളജി ക്വസ്റ്റ്യൻസിനെ നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു സംഗതി വരുമ്പോൾ നമുക്ക് എത്ര നമ്മൾ ശരിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ചിലപ്പോൾ തെറ്റിപ്പോകും. കാരണം ഒരുപാട് ക്വസ്റ്റ്യനെ നമ്മൾ അപ്രോച്ച് ചെയ്യണം. പിന്നെ ഒരുപാട് നമുക്ക് എന്താണ് ടെൻഷൻ വരും. അറിയുന്ന കാര്യങ്ങൾ അറിയണില്ലല്ലോ, അല്ലെ ഇത് എഴുതി കഴിയോ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ ഒരു കുറച്ച് സമയം കൊണ്ട് നമുക്ക് വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാ, ജസ്റ്റ് ഇതാ ഈ ഒരു മാല എംബായി എന്നുള്ളത് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തിടാം ആ ഒരു രീതിയിൽ. അല്ലെങ്കിൽ അതിന്റെ മേലെ ഇത് ചോദിക്കുന്ന നെഗറ്റീവ് സംഗതിയാണ്, അല്ലെങ്കിൽ ഇത് ചോദിക്കുന്ന പോസിറ്റീവായ സംഗതിയാണ്, ആ രീതിയിലൊക്കെ എന്ത് ചെയ്യാ, ജസ്റ്റ് ഒന്ന് ചെയ്തു വെക്കാം. ഓക്കെ, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ നമ്മുടെ ബ്രെയിൻ അത് വേഗം എടുക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് വായിച്ചു പോകുമ്പോൾ അറിയാതെ അങ്ങോട്ട് പോകും. അപ്പൊ ജസ്റ്റ് ചോദിച്ചതിനൊന്ന് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തിടാം. അപ്പൊ അതൊക്കെ തെറ്റിക്കുക എന്നുള്ളത്, കാരണം എന്താ പറയുക, പഠിക്കാതിരിക്കുക എന്നുള്ളത് PSCയിലെ ഒരു 60-70 മാക്സിമം 70% അതിന് റോളുള്ളൂ. ബാക്കി 30% ടൈം മാനേജ്മെന്റ് ഒരു സംഗതി തെറ്റിക്കാതെ കറക്റ്റ് ആൻസറിലേക്ക് എത്തിക്കുന്നത്. നമുക്ക് പിന്നെ കറക്റ്റ് ഓരോ കാര്യത്തിലും നമ്മൾ എത്രത്തോളം മൈന്യൂട്ടായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് അവിടെ. നമ്മുടെ ടൈം മാനേജ്മെന്റ് എങ്ങനെയാണ്, നമ്മളൊരു തീരുമാനം ഒരുപോലെ ആൻസർ വരുന്നതിൽ അസിഹൽ അജ്വിബേക്ക് നമ്മൾ എങ്ങനെ എത്തുന്നു, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു 30%ലും ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കറിയാത്തൊരു ക്വസ്റ്റ്യനോട് നമ്മൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത് അത് പറയാൻ വരികയാണ്. ഒരിക്കലും എന്ത് ചെയ്യരുത്, നെഗറ്റീവ് അറിയാത്തൊരു ക്വസ്റ്റ്യന് PSCയിൽ പോയിട്ട് കേട്ടറ്റിലൊക്കെ ചെയ്ത പോലെ കുത്തരുത്. കുത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആ മാർക്ക് ഉള്ളത് കൂടെ ഇല്ലാതാവും. അത് ഞാൻ ലാസ്റ്റിൽ പറയാം. ജസ്റ്റ് ആൻസർ ഇഖ്തർ മാല എംബായി വളരെ നമ്മൾ ഗൗരവമായിട്ട് നോക്കേണ്ട ഒരു വിഷയമാണ് കേട്ടോ. ഇഖ്തർ മാല എംബായി മുറാദു ഇന്ദ തഖ്ദീമി ദർസ്, അതായത് വ്യത്യസ്തങ്ങളായിട്ടുള്ള വെല്ലുവിളികൾ നേരിടുന്ന, പ്രയാസങ്ങൾ അഭിമുഖീകരിക്കുന്ന കുട്ടികളുടെ മുമ്പിൽ ഒരു കാര്യം, ഒരു ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് നമ്മൾ പരിഗണിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ. ഒന്ന്, ഒരു അമലിയ തഖ്വീം ഇവാലുവേഷൻ പ്രോസസ്സിൽ ബസാത്തത്തുൽ മുറൂന, ഫ്ലെക്സിബിലിറ്റി, ഒരു എല്ലാവർക്കും പറ്റുന്ന രീതിയിലുള്ള ഒരു സംഗതി കൊണ്ടുവരാം. ദെൻ തൗഫീറുൽ അമലിയാത്തുൽ അലാജിയ ഹസ്ബൽ ഹാജ, ആവശ്യത്തിനനുസരിച്ചിട്ട് റെമഡിയൽ പ്രോസസ്സുകൾ എടുക്കാം. ദെൻ തഖ്ദീമു ദുറൂസ് ഹസ്ബ മുസ്തവ തുല്ലാബിൽ ഫായിഖീൻ, അല്ലെ, ഏറ്റവും ക്ലാസ്സിലെ ടോപ്പേഴ്സ് ആയ കുട്ടികളുടെ ലെവലില് ചാപ്റ്റേഴ്സ് പ്രസന്റ് ചെയ്യുക. തഖ്തീത്തുൽ അൻഷിത്തത്തെ ഇഅ്തിബാറൻ ലിൽ മവാഹിബ്, കുട്ടികളുടെ ശ്രദ്ധക്കനുസരിച്ചിട്ട് അവിടെ ലേണിംഗ് ആക്ടിവിറ്റീസ് എന്ത് ചെയ്യുക, പ്ലാൻ ചെയ്യുക എന്നുള്ളതുമാണ് പറയുന്നത്. ഇതിൽ ഈ ഒരു സംഗതി തന്നെ നമുക്കറിയാം. കാരണം ഇത് എന്ന് പറഞ്ഞാല് നമ്മള് ഇനി ആൻസർ കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു കുട്ടീന്റെ ഭാഗത്തുനിന്ന് ജസ്റ്റ് ചിന്തിച്ചാൽ മതി. ഒരു ഇവാലുവേഷൻ പ്രോസസ്സ് സിമ്പിൾ ആക്കിയിട്ട് അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ആയിട്ട് എല്ലാവർക്കും, ടോപ്പേഴ്സിനും ടോപ്പേഴ്സ് അല്ലാത്തവർക്കും ഒക്കെ ആൻസർ ചെയ്യാൻ രൂപത്തിൽ ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്, അതെല്ലാവർക്കും ഓക്കെ, കുട്ടികൾക്ക് ഓക്കെ ആണ്, കുഴപ്പമുള്ള പ്രശ്നമല്ല. ദെൻ ആവശ്യത്തിനനുസരിച്ചിട്ട് റെമഡിയൽ പ്രോസസ്സുകളൊക്കെ കൊടുക്കുക എന്ന് പറയുന്നതും ഓക്കെ. പക്ഷെ ക്ലാസ്സിൽ ടോപ്പേഴ്സ് ആയവർക്ക് അനുസരിച്ച് മാത്രം ക്ലാസ് എടുത്താൽ അവിടെ ആവറേജും ബിലോ ആവറേജും ഇരിക്കുന്നുണ്ടാവും. ആ കുട്ടികൾക്കൊന്നും മനസ്സിലാവൂല. ദെൻ ക്ലാസ്സിൽ ഏറ്റവും താഴ്ന്ന ലെവലിലുള്ള കുട്ടിയുടെ രീതിയിൽ പഠിപ്പിച്ചു കഴിഞ്ഞാലോ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അതും ചെയ്യാൻ പാടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ടോപ്പേഴ്സിന്
അതല്ലെങ്കിൽ എബോവ് ആവറേജിനും ഒന്നും ലഭിക്കാത്ത അവസ്ഥ വരും. അപ്പൊ പിന്നെ ക്ലാസ്സിൽ എങ്ങനെ പഠിപ്പിക്കണ്ടേ? ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്യോ. നമ്മൾ ഏത് ലെവലിലാണ് ക്ലാസ്സിൽ പഠിപ്പിക്കണ്ടേ? ക്വസ്റ്റ്യൻ മനസ്സിലായില്ല? ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചതിന് എല്ലാരും കൂടെ ആൻസർ മാറ്റി കുത്തിയല്ലോ. ഞാന് ഓക്കെ, മെത്തേഡ് എക്സ്ക്ലൂസീവ് ഇൻക്ലൂസീവ്, ഓക്കെ, മെത്തേഡ് ഇൻക്ലൂസീവ് മെത്തേഡ്, ഓക്കെ, യെസ്. അപ്പൊ പറഞ്ഞത് എല്ലാ സ്റ്റുഡൻസിനെയും കൺസിഡർ ചെയ്തിട്ട് ഇവിടെ എയും ബിയും സിയും ഡിയും എല്ലാ ആൻസർ വന്നു. ഞാൻ വെറുതെ ഒരു ചോദ്യം ചോദിച്ചു, ഞാൻ ആൻസർ ചെയ്യാൻ പറഞ്ഞില്ല. അപ്പൊ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോഴത്തേക്ക് ആൻസർ മാറ്റരുത്. ഓക്കെ, നമുക്ക് നമ്മളെ എഴുതുന്നതിനെ കുറിച്ചിട്ട് കൃത്യമായ ധാരണ വേണം. ഇപ്പൊ ഇതില് മെജോറിറ്റി മാറ്റി ആൻസർ പറഞ്ഞവരൊക്കെ തന്നെ ഗസ് അടിച്ചിട്ട് ആൻസർ ചെയ്തതാണ്. അങ്ങനെ ആൻസർ PSC ഒരിക്കലും ചെയ്യരുത്. അറിയില്ലെങ്കിൽ ചെയ്യണ്ട, എന്നാലും കുഴപ്പമില്ല. ചെയ്തു കഴിഞ്ഞാല് നിങ്ങൾ ശരിയാക്കിയ ഉത്തരത്തിന് നിങ്ങൾക്ക് മാർക്ക് പോകും. നമുക്ക് അർഹതപ്പെട്ട മാർക്ക് കൂടെ കിട്ടാത്ത അവസ്ഥ വരും. PSCക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, അപ്പൊ ഒരിക്കലും ഈ ഒരു കാര്യം ചെയ്യരുത്. നമ്മൾ അവിടെ എല്ലാ കുട്ടികളെയും പരിഗണിച്ചിട്ട് ക്ലാസ് എടുക്കണം. അവിടെ ബിലോ ആവറേജിനെയും എബവ് ആവറേജിനെയും എല്ലാവർക്കും കിട്ടുന്ന രൂപത്തിൽ, അതിനാണ് ഖുത്തത്തുൽ ദർസ് ലെസൺ പ്ലാൻ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഓക്കെ, തഖ്തീത്തുൽ അൻഷിത്ത ഇഅ്തിബാറൻ ലിൽ മവാഹിബ്, കുട്ടികളുടെ ആ ഒരു സ്കില്ലുകളെ പരിഗണിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യുക. അപ്പൊ അവിടെ പല രീതിയിലുള്ള സ്കില്ലുള്ള കുട്ടികൾ ഉണ്ടാവും, അവരെ പരിഗണിച്ചുകൊണ്ടും ആക്ടിവിറ്റി ചെയ്യാം. ഇതൊക്കെ എല്ലാ കുട്ടികളെയും പരിഗണിക്കുന്ന കാര്യമാണ്. പക്ഷെ ഇവിടെ ഒരു ടീമിനെ മാത്രം പരിഗണിച്ചു, അത് പ്രശ്നമാണ്. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ കാര്യങ്ങൾ നോക്കണം. ശരി, അടുത്ത എഡ്യൂക്കേഷണൽ സൈക്കോളജിയില് നളരിയൽ മഅറഫിയുടെ അസ്ഹാബ് അല്ലാത്തത്. സംശയമുള്ളതൊന്നല്ല. സ്കിന്നർ ഏത് നളരിയത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്? സുലൂക്കിയന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഒരിക്കലും തെറ്റിക്കരുതേ. വളരെ കുറഞ്ഞ നളരിയത്തുകളെ കുറിച്ചിട്ട് മെത്തഡോളജിയിൽ പഠിക്കാനുള്ളൂ. ഇപ്പൊ മെത്തഡോളജിന്റെ ലാംഗ്വേജ് കാണുമ്പോഴും ഒരുപാട് പഠിക്കാനുണ്ട് എന്ന് കണ്ടിട്ട് അവോയ്ഡ് ചെയ്യും കുറെ ആളുകൾ. അതൊക്കെ പഠിക്കാന്ന് വിചാരിക്കും. ഒരിക്കലും ചെയ്യരുത്. മെത്തഡോളജിയിൽ വളരെ സിമ്പിൾ ആയിട്ട് കുറച്ച് പഠിച്ചാൽ കിട്ടുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ അദബില് അസറുൽ ഹദീസില് ഇപ്പൊ ഖലീൽ മത്രാൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ എത്ര അദ്ദേഹത്തിന്റെ മുഅല്ലഫാത്തുകൾ കാണാതെ പഠിക്കണം. എന്നാൽ അതേസമയം ടീച്ചിങ് മെത്തഡോളജി എടുത്ത് നോക്കുമ്പോൾ കുറഞ്ഞ നളരിയത്തുകളേ ഉള്ളൂ PSCയിലൊക്കെ പഠിക്കാന്. അതിന്റെ അസ്ഹാബുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ എല്ലാ നളരിയത്തും അസ്ഹാബും ഒക്കെ കൂടെ കൂട്ടി വെച്ചാൽ തന്നെ 10 താഴെ ഉള്ളൂ. അത് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 2 ക്വസ്റ്റ്യൻ ആൻസർ കിട്ടും. ഇതേ സമയം നിങ്ങൾ പിന്നെ ടൈം പോക്കുന്നത് ചിലപ്പോൾ മത്രാന്റെ ഒരുപാട് ഇത് ചോദിച്ചിട്ട് ഇങ്ങനെ മുഅല്ലഫാത്ത് പഠിക്കും. ആ ഒരു സമയത്ത് ചിലപ്പോൾ അവിടുന്ന് ചോദിക്കന്നെ ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ ചോദിക്കാൻ 90% ഉറപ്പുള്ള ഒരുപാട് പോർഷന് ടീച്ചിങ് മെത്തഡോളജിയിൽ ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്ത് പഠിക്കാം. ഇനി ഈ ഒരു സമയത്ത് ഇനി പുതിയതൊന്നും പഠിക്കാൻ പോരുത്. വളരെ സിമ്പിൾ ആയിട്ട് ഡയറക്റ്റ് പഠിച്ചാൽ നമ്മളെ തലയിലേക്ക് കയറുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടാവും. അത് മാത്രം സെലക്ട് ചെയ്തിട്ട് പഠിക്കാം. അപ്പൊ അങ്ങനെ ഒക്കെ സ്കോർ നേടാനുള്ള നമുക്ക് ആ ഒരു എന്താ പറയാ, പെട്ടെന്ന് ഇപ്പൊ ഒരു പ്രോബ്ലം ആണ് നിങ്ങൾ മുന്നിൽ വരുന്നത്, ഈ ഒരു എക്സാം ഇത്ര അടുത്തിരിക്കുന്നത് എന്നുള്ളത്. പക്ഷെ ഈ ഒരു സമയത്ത് എല്ലാം കൂടെ പഠിക്കണം എന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ അടിച്ചിരിക്കുന്ന കുറെ ആൾക്കാരുണ്ടായിരിക്കും. എന്നിട്ട് ഒന്നും പഠിക്കാത്ത ആൾക്കാരുണ്ടായിരിക്കും. ചിലര് എന്ത് ചെയ്യും, പഠിച്ചത് റിപ്പീറ്റ് ചെയ്യുന്നവരുണ്ടാവും. ചിലര് ഇനി എങ്ങനെ ഏറ്റവും പെട്ടെന്ന് സ്കോർ ഉണ്ടാക്കാം, ഏതൊക്കെ ഏരിയന്ന് എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഏരിയകൾ ഏതൊക്കെയാണ്, അങ്ങനെയൊക്കെ സെലക്ട് ചെയ്തിട്ട് പഠിച്ചു തീരാത്തവർ ചെയ്യുന്നത് ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ പല രീതിയിൽ ചെയ്യണം. നമ്മുടെ ആ ഒരു സ്കില്ല് കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ അളക്കപ്പെടുന്നുണ്ട്. വെറും 100-150 ക്വസ്റ്റ്യൻസ് 100 ക്വസ്റ്റ്യൻ മാത്രമായിട്ടല്ല ഇത് വരുന്നത്. നമ്മുടെ ഒരുപാട് സ്കില്ലുകൾ ഇതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഓരോ ക്വസ്റ്റ്യൻ ത്രൂ.
അതല്ലാതെ ഒരു സബ്ജക്റ്റ് എത്ര പഠിച്ചു എന്നുള്ളതല്ല ശരിക്കും ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ഒരിക്കലും നോക്കുന്നത്. നമ്മുടെ ഒരു സബ്ജക്റ്റ് നോളജ് നോക്കുന്നുണ്ട്, അതിന്റെ പുറമെ നമ്മുടെ ഒരുപാട് കഴിവുകൾ, ടൈം മാനേജ്മെന്റ് ആവട്ടെ, ഇതുപോലത്തെ കുറെ സിറ്റുവേഷൻസ് മാനേജ് ചെയ്യുന്നത് എങ്ങനെ ആവട്ടെ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൂടി ഇതിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ഒന്നല്ല. ഡെയിലി ലെസൺ പ്ലാന് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ സ്റ്റെപ്സ് ആണ് ചോദിക്കുന്നത്. സിമ്പിൾ ആണ്. ഇപ്പൊ ഈ കുല്ലമ സബഖ സഹി എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മൾ ജസ്റ്റ് ഇതിനെ എന്ത് ചെയ്യാം, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഒക്കെ വേണമെങ്കിൽ നോക്കിയാൽ തന്നെ കിട്ടും. ഇതെന്താ, നമ്മൾ പഠിക്കാൻ പോകുന്ന ടീച്ച് ചെയ്യാൻ പോകുന്ന ആ ഒരു സബ്ജക്റ്റിന് എന്ത് ചെയ്യണം, വായിക്കണം. അതൊരു നല്ല കാര്യമാണ് അല്ലെ. ഒരു പ്ലസ് ചിഹ്നം ഇട്ട് കൊടുക്കുക. അതൊക്കെ തെറ്റിപ്പോവാതിരിക്കാൻ വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യട്ടോ. പിന്നെ ആ ഒരു ബിഹേവിയർ, അഹ്ദാഫു സുലൂക്കിയ, ബിഹേവിയർ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സുകള് വളരെ കൃത്യമായിട്ടുള്ള രൂപത്തിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യണം, രൂപീകരിച്ചെടുക്കണം. കുട്ടികൾക്ക് അതിലൂടെ എന്തൊക്കെ മൂല്യങ്ങൾ കിട്ടണം, എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് കിട്ടണം എന്നുള്ളത് അവിടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ദെൻ യാദാദുൽ മവാദ് വൽ വസൈലു താലിമിയൽ, അതിന് യോജിച്ചിട്ടുള്ള ടീച്ചിങ് ടൂൾസുകൾ എന്തൊക്കെയാണെന്നുള്ളത് പ്രിപ്പയർ ചെയ്യാം. ഇതിൽ എല്ലാം തന്നെ രണ്ടെണ്ണം തന്നെ പോസിറ്റീവായാൽ നമുക്ക് ഉറപ്പിക്കാം ഏകദേശം കുല്ലമാ സബഖ സഹീഹാവും എന്നുള്ളത്. പക്ഷെ അത് ഉറപ്പിക്കരുത്. ഇവിടെ മിൻ ഖുത്വാത്തി, അതിന്റെ സ്റ്റെപ്സുകളിൽ നിന്നുള്ള ചോദിക്കുമ്പോൾ രണ്ടെണ്ണം ആ സ്റ്റെപ്സ് ആണെങ്കിൽ പിന്നെ ഇതിന്റെ മൂന്നാമത്തേന് നമുക്ക് പൂർണ്ണമായിട്ട് പിന്നെ എന്താ പറയാ, അതിന്റെ അർത്ഥം കിട്ടിയിട്ടില്ലെങ്കിലും രണ്ടെണ്ണം കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഏകദേശം ഉറപ്പിക്കാം. കാരണം ഈ മൂന്നാമത്തേത് എന്താവും, അതിന്റെ ആൻസർ ആയിട്ട് വരും. കാരണം ഇവിടെ ഒന്ന് മാത്രം കറക്റ്റ് ആവാനുള്ള സാധ്യത ഇല്ല. പക്ഷെ ഈ ലൈസമിൻ എന്നൊക്കെ വരുമ്പോഴാണ് ഈ ഒരു കാര്യം കൂടുതൽ എന്ത് ചെയ്യണ്ടേ, നോക്കണ്ടേ. ശരി, ഇത് ഒന്നും കൂടി ഇതിന്റെ മീനിങ് ഒന്ന് പറഞ്ഞുതരൂ ഈ ഓപ്ഷൻസിന്റെ. ഓക്കെ. ഖിറാഅത്തുൽ മൗദൂ, അതായത് ആ ഒരു അതായത് ഡെയിലി ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നതിന്റെ സ്റ്റെപ്സുകൾ ഏതൊക്കെയെന്നാണ് ചോദിക്കുക. അപ്പൊ നമുക്കൊരു കാര്യം, നാളെ ഇപ്പൊ ഒരു പാഠം പഠിപ്പിക്കാണ്ട് എന്തൊക്കെയാ നമ്മൾ ചെയ്യാദ്യം, ആ ഒരു പാഠം വായിച്ചു വെക്കും അല്ലെ. അതാണ് ഖിറാഅത്തുൽ മൗദൂ അൽ മുറാദ് തദ്രീസ്. ഒന്ന് നീട്ടി പറഞ്ഞു എന്നുള്ളൂ. പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം വായിക്കുന്നു. ഓക്കെ. ദെൻ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, അതിൽ എന്തൊക്കെ അഹ്ദാഫുകളാണ് കുട്ടികൾക്ക് ഉള്ളത്. ഈ ഒരു പാഠത്തിലൂടെ വെറുതെ അർത്ഥം പറഞ്ഞു കൊടുത്താൽ മതിയോ, അല്ലെങ്കിൽ കുട്ടി ഈ പാട്ട് പാടി പഠിക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ കുട്ടി ഇതിൽ നിന്നൊരു മുദക്കിറ എഴുതേണ്ടതുണ്ടോ, അങ്ങനെ ഒരു സാധനം നമ്മൾ ചെക്ക് ചെയ്യും ഹാൻഡ് ബുക്ക് നോക്കിയിട്ട് അല്ലെ. അപ്പൊ അതാണ് വളരെ സൂക്ഷ്മമായിട്ടുള്ള രൂപത്തില് അഹ്ദാഫു സുലൂക്കിയ, കുട്ടികൾക്ക് എന്തൊക്കെ പിന്നെ ഒരു ബിഹേവിയറൽ ആയിട്ടുള്ള ഗോൾസ്, ഒബ്ജക്റ്റീവ്സ് അതിലൂടെ ഉണ്ടാവണം എന്നുള്ളത് അവിടുന്ന് ഉണ്ടാക്കിയെടുക്കും. ഇപ്പൊ ഒരു പാഠം പഠിക്കുന്നതിലൂടെ കുട്ടികൾക്ക് എന്തൊക്കെ മൂല്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ ലക്ഷ്യങ്ങൾ കിട്ടണം എന്നുള്ളത്. ദെൻ ഇഅദാദ് അൽ മവാദ് വൽ വസാഇൽ, അതായത് താലിമിയ അൽ മുനാസിബ, യോജിച്ചിട്ടുള്ള ടീച്ചിങ് ടൂളുകൾ അവിടെ യൂസ് ചെയ്യും. അതായത് കുട്ടികൾക്ക് ഇത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ, നമ്മളിപ്പോ ഒരു PPT പ്രസന്റേഷനോ അല്ലെങ്കിൽ ഒരു ചാർട്ടോ കുട്ടികൾക്ക് ഇത് പെട്ടെന്നായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രിപ്പയർ ചെയ്യാം. സിമ്പിൾ കാര്യങ്ങളാണ്. ഒന്ന് പെഡഗോജി മെത്തഡോളജി ലാംഗ്വേജിൽ ഒന്ന് നീട്ടി പറഞ്ഞു എന്നുള്ളൂ. അതുകൊണ്ടാണ് ഈ കൺഫ്യൂഷൻ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇങ്ങനെ പറ്റും. ഖിറാഅത്ത്, ആ ഒരു വിഷയം വായിക്കുന്നു. ദെൻ സിയാദുൽ അഹ്ദാഫ് അല്ലെ, അവിടുത്തെ ആ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാന്നുള്ളത് നോക്കുന്നു. ദെൻ ഇഅദാദുൽ വസാഇൽ, അതിനുള്ള കാര്യങ്ങൾ, വസായിലുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ടീച്ചിങ് ടൂൾസ് യൂസ് ചെയ്യാൻ പറ്റും, ഇതൊക്കെ നമ്മൾ നേരത്തെ എന്ത് ചെയ്യുന്നു, ഒരു പ്ലാനിങ് ഉണ്ടാക്കുന്ന സമയത്ത് പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ടേംസ് ഡയറക്റ്റ് കാര്യം ഇതിൽ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു മെത്തഡോളജിന്റെ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഒന്ന് നീട്ടി പറയുക എന്നുള്ളതും അതിൻ്റെതായ ടേംസിലൂടെ പറയുക എന്നുള്ളതും ഇതിന്റെ ഒരു സ്റ്റൈലാണ്. അതാണ് നമുക്ക് ഈ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. അപ്പൊ നല്ലോണം റീഡിങ് കോംപ്രിഹെൻഷൻ നമുക്ക് ഉണ്ടാവണം. അതിന് ക്ലാസ് കാണണം, അല്ലെങ്കിൽ അതിന്റെ ആ മീനിങ്സുകൾ നല്ലോണം അറിയണം. പെട്ടെന്ന് പറയാം, നമുക്ക് ടൈം ഒരുപാട് നമുക്ക് പോകുന്നുണ്ട്. ജസ്റ്റ് പറയാം. ഇൽസിം അലൽ മുദരിസ് മാരിഫ ഖൽഫിയത്ത് ദാരിസീൻ അൽ ഫർദിയ വൽ ആയിലിയ അൻ ത്വരീഖി മാ യലി. താഴെത്തന്നതില് ഏതിലൂടെയാണ് വ്യക്തിപരമായിട്ടും പിന്നെ കുട്ടിയുടെ വ്യക്തിപരമായിട്ടും അതുപോലെ തന്നെ ഇലിയ എന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബപരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്, ഖൽഫിയത്ത് പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കാൻ അധ്യാപകന് എന്തെല്ലാം കാര്യങ്ങൾക്ക് നോക്കാൻ പറ്റും. ഒന്ന്, വീടിന് വിസിറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. ദെൻ തവാസുൽ മാൽ ഔസിയ, പാരന്റ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും.
മുലാഹദത്തു ദാരിസീനിൽ മുസ്തമിറ, കുട്ടിയെ കണ്ടിന്യൂസ് ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ അതെല്ലാം ശരിയാണ്. ഇതെല്ലാം ചെയ്താലേ ആ കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ദെൻ ലൈസ മിൻ മുഅവ്വിഖാത്തിൽ ഇസ്തിമാ, ലിസണിങ്ങിന്റെ ഡിഫിക്കൽട്ടീസിൽ പെടാത്തത്. കണ്ടോ, ഈ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ സിമ്പിൾ ആണ്, പക്ഷെ നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്ന കുറെ കാര്യങ്ങൾ അതിൽ കൊണ്ടുവരാണ്. ലൈസ മിൻ അങ്ങനത്തെ ഒക്കെ കുറെ കാര്യങ്ങൾ വെറുതെ കൊണ്ടുവരാണ് അതിൽ. അന്ന് പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെയൊക്കെ ഒന്ന് തരം തിരിച്ചാൽ തന്നെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഒന്നെന്താണ് മുഅല്ലിമിനെ സംബന്ധിച്ച് മുതാലിമിനെ സംബന്ധിച്ച് മുഅല്ലിമിന് സുറാത്ത് സ്പീഡ് വരുന്നത്. ഓക്കെ, ഇവിടെ നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഅല്ലിം എന്ന് പറഞ്ഞാൽ അധ്യാപകനാണ്, മുതാലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡന്റ് ആണ്. അപ്പൊ ആ ഒരു തായ് ഇടയിൽ എക്സ്ട്രാ വരുന്നുള്ളൂ. ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ ഒരു ഓപ്ഷന് തിരിച്ചിട്ടാണ് വരുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. സുറാത്തുൽ മുതാലിം ബിൻ നിസ്ബത്തി ഇലൽ മുഅല്ലിം എന്ന് വന്നു കഴിഞ്ഞാൽ ഈ ആൻസർ തെറ്റാണ്. അതായത് അധ്യാപകനെ സംബന്ധിച്ച് കുട്ടിക്ക് നല്ല സ്പീഡ് ഉണ്ടെങ്കിൽ അതൊരിക്കലും ഇസ്തിമാന്റെ പ്രയാസമല്ല. ഇസ്തിമ ഈസിയാണ്. കുട്ടിക്ക് നല്ല സ്പീഡ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇസ്തിമ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ അതേ രീതിയിൽ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ തന്നെ അത് ആൻസർ ആക്കിയിട്ട് ഇടണ്ട, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാണ് ഓരോ കാര്യം. ഇത് ഓൾറെഡി മെജോറിറ്റി ആളുകളും ക്വസ്റ്റ്യൻ നോക്കിയിട്ടുള്ളതാണ്, PSCന്റെ ക്വസ്റ്റ്യൻസ് നോക്കിയതാണ്. അപ്പൊ പിന്നെ ഞാനിത് ആൻസർ ചെയ്യുന്നതിന്റെ പാറ്റേൺസിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, നോ പ്രോബ്ലം നോ പ്രോബ്ലം. ഞാൻ പിന്നെ ജസ്റ്റ് എന്ത് ചെയ്യാണ്, അല്ല അങ്ങനെ പലതും വരണം. ശരി ഉത്തരം തെറ്റുത്തരങ്ങളും വരണം, തെറ്റുകളിൽ നിന്ന് കൂടുതൽ പഠിക്കാൻ പറ്റും എന്നുള്ള. അപ്പോൾ അതൊന്നും വിഷയമല്ല. ജസ്റ്റ് കാരണം ഓരോന്ന് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം, ഇന്ററാക്ട് ചെയ്യണം. ഇന്ററാക്ട് ചെയ്താലേ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുതരാൻ പറ്റും. അത് ഈ പെട്ടെന്ന് ഈ സ്പീഡിൽ ചെയ്യുമ്പോൾ ആർക്കും അറിയാത്തതുകൊണ്ടല്ല, സ്പീഡിൽ ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത് തെറ്റ് വരുന്ന കണ്ടില്ലേ. ഇതാണ് PSCയിൽ നമുക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യം. അപ്പോ ഇസ്തിമാന്റെ മുഅവ്വിഖാത്തിൽ പെടാത്തത് എന്നാണ് ചോദിക്കുന്നത്. അപ്പം സുറാത്തുൽ മുഅല്ലിം ബിന്നിസ്ബത്തി ഇലൽ മുതഅല്ലിം, കുട്ടിയെ സംബന്ധിച്ച് അധ്യാപകൻ സ്പീഡിൽ പറഞ്ഞു പോയി. ഇപ്പൊ ഞാൻ ഇവിടെ സ്പീഡിൽ പറഞ്ഞു പോയി കഴിഞ്ഞാൽ കുറെ ആളുകൾക്ക് ഇത് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് എന്താണ്, അവിടെ ലിസണിങ്ങിന് ഒരു പ്രയാസമായിട്ട് വരും. ഇതിൽ പ്രയാസത്തിൽ പെടാത്തതാ ചോദിക്കുന്നത്. പ്രയാസത്തിൽ പെടാത്തത് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കൺഫ്യൂഷനായി. അപ്പൊ നമ്മൾ അവിടെ ആദ്യം നോക്കേണ്ടത് എന്താണ്, ഇസ്തിമാന്റെ മുഅവ്വിഖാത്തിൽ പെടാത്തത്, അതായത് അതിന്റെ പോസിറ്റീവാണ് ചോദിക്കുന്നത്. പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ ചോദിക്കുന്നത് അല്ലെ, പ്രയാസമില്ലാത്ത കാര്യം അതാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ്, സുറാത്തുൽ മുഅല്ലിം ബിന്നിസ്ബത്തി ഇലൽ മുതഅല്ലിം, സ്റ്റുഡന്റിനെ സംബന്ധിച്ച് അധ്യാപകന് സ്പീഡ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ആണ്, സ്റ്റുഡന്റിനേക്കാൾ സ്പീഡ് ആയി കഴിഞ്ഞാൽ. ദെൻ മുഅസ്സിറാത്തുൻ ഖാരിജിയ്യ അസ്ന അമലിയത്തിൽ ഇസ്തിമാ, ലിസണിങ് പ്രോസസ്സിൽ പുറത്തു നിന്നുള്ള എന്താണ് സ്വാധീനങ്ങൾ വരിക, അല്ലെങ്കിൽ നോയ്സുകൾ വരിക. ഈ ഒരു സമയത്ത് ലിസണിങ്ങിന്, ഞാനിപ്പോ ഇവിടുന്ന് ഒരുപാട് സൗണ്ട്സ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ലിസണിങ്ങിന് ബുദ്ധിമുട്ട് വരും. അപ്പൊ അതൊരു നെഗറ്റീവ് ആണ്. ഇതാക്കാനത്ത് മഖാരിജുൽ അസ്വാത്ത് വാലിഹ, ശബ്ദമൊക്കെ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ, അപ്പൊ ഓരോന്ന് വായിക്കുന്ന അസ്വാത്ത് എന്നുള്ള അസ്വാത്ത് കറക്റ്റ് ആയിട്ട് പ്രൊണൗൺസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, അതൊരിക്കലും എന്തല്ല, ലിസണിങ്ങിന്റെ അതൊരു പോസിറ്റീവാണ്, അതൊരു പ്രയാസമല്ല. ദെൻ ഇതാക്കാനിൽ മുഅല്ലിം ഐറ വാത്തിഖുൻ ഫീമാ യദ്റസ്, പഠിക്കുന്നതിൽ കോൺഫിഡന്റ് അല്ലെങ്കിൽ, അധ്യാപകന് കോൺഫിഡന്റ് അല്ല എന്നുണ്ടെങ്കിൽ ഇസ്തിമാന് പ്രയാസമാണ്. ഇതൊക്കെ നെഗറ്റീവായ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ട് വരും. എന്താ പറയുക, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നമുക്ക് വായിച്ചിട്ട് ഇങ്ങോട്ട് ആ ഒരു കോംപ്രിഹെൻഷന് കുറച്ച് സമയം എടുക്കും. ലൈസ മിൻ മുഅവ്വിഖാത്തിൽ ഇസ്തിമാ എന്നൊക്കെ പറയുമ്പോൾ അതുപോലെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ദെൻ അടുത്തൊരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡ്സിനെ വളരെ സൂക്ഷ്മമായിട്ട്, പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ അല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് വേർഡ്സ് കറക്റ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യണം. അപ്പൊ ഇത്രയും നേരം പറഞ്ഞത് അതൊക്കെ തന്നെയാണ്, എന്നാലും ചില കൺഫ്യൂസിങ് വേർഡ്സുകൾ ഇതിലുണ്ട്, ടീച്ചിങ് മെത്തഡോളജിയിലുണ്ട്. അതാണ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത്, മുഅല്ലിം എന്നുള്ളതും മുതഅല്ലിം എന്നുള്ളതും ആ നിന്ന സ്ഥലത്ത് നിന്ന് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ആൻസർ തെറ്റാണ്. ഞാൻ ആ ക്വസ്റ്റ്യൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തു പോയി, ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇവിടെ ക്ലിയർ ആണല്ലോ, നേരത്തെ പറഞ്ഞില്ലേ, സുറാത്തുൽ മുഅല്ലിം ബിന്നിസ്ബത്തി ഇലൽ മുതഅല്ലിം, ഓപ്ഷൻ എ. അതായത് അധ്യാപകന് കുട്ടിയേക്കാൾ സ്പീഡ് ഉണ്ടെങ്കിൽ അതോടെ എന്താണ്, പ്രയാസം തന്നെയാണ് അല്ലെ.
അപ്പോൾ അവിടെ മുത്താലിമിനാണ് സ്പീഡ് എന്നുള്ള, അവിടെ മുത്താലിമാണോ മുഅല്ലിമാണോ അതുപോലത്തെ ടേംസ് അക്യുറേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ഒബ്സർവ് ചെയ്യണം. അതുപോലത്തെ ചില ടേംസ് ആണ് ജസ്റ്റ് അവിടെ കൊടുത്തിട്ടുള്ളത്. മുത്താലിം വരുവാണെങ്കിൽ അത് പോസിറ്റീവ് ആണോ അതവിടെ? എങ്ങനെ മുഅല്ലിമിന്റെ സ്പേസിൽ മുത്താലിം വരുവാണെങ്കിൽ അത് പോസിറ്റീവ് ആയിട്ടുള്ളതാണോ? കുട്ടിക്ക് സ്പീഡ് ഉണ്ടാവും അധ്യാപകരിലേക്ക് എത്തിച്ചേരാൻ. അതൊരു ഇസ്തിമാന്റെ പ്രയാസമല്ലല്ലോ. ഇസ്തിമ ലിസണിങ്ങിന്റെ പ്രയാസമല്ല. കുട്ടിക്ക് സ്പീഡ് ഉണ്ടായി അധ്യാപന സ്പീഡ് ഇല്ലെങ്കിൽ അതൊരു പ്രശ്നമാണ്. പക്ഷെ അത് ഇസ്തിമാന്റെ ഒരു പ്രശ്നമല്ലല്ലോ. കുട്ടിക്ക് പെട്ടെന്ന് ലിസൺ ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രം. അങ്ങനെ ക്വസ്റ്റ്യൻസ് വരില്ല. ഞാൻ ആ ഒരു മുഅല്ലിം മുത്താലിം എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു മാത്രം. ആണോ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്യണം. ഞാൻ എക്സാമ്പിൾസ് മാത്രം കൊടുത്താണ്. താലും എന്ന് പറഞ്ഞാൽ ലേണിംഗ് ആണ്. എന്നാൽ തലീം എന്ന് പറയുമ്പോൾ അത് ടീച്ചിങ് ആയി. ഇവിടെ ഒരു യാഗ് കൂടി. ഓക്കെ, മുഅല്ലിം ടീച്ചിങ് അല്ലെങ്കിൽ എഡ്യൂക്കേഷനെയും താലീം എന്ന് പറയാറുണ്ട് കേട്ടോ. എഡ്യൂക്കേഷനെയും താലീം എന്ന് പറയും. ദെൻ മുഅല്ലിം ടീച്ചറാണ്, മുതാലിം സ്റ്റുഡന്റ് ആണ്. തദ്രീസ് ടീച്ചിങ്ങിന് പറയാറുണ്ട്, തദറുസ് ലേണിങ്ങിന് പറയാറുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള ടേംസുകളും കറക്റ്റ് ആയിട്ട് നോക്കണം. ചോദിച്ചത് എന്താണ് എന്നുള്ളത് മേ ബി ട്രിക്കി ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ്. ആ, ആ സ്ലൈഡ് ഒന്നുകൂടി കാണിക്കോ? ലാസ്റ്റ് വൺ തദ്രീസ് ടീച്ചിങ്ങും ലേണിംഗും സെയിം തന്നെയാ? അൽ തദ്റസ്. ഓക്കെ ഓക്കെ. കണ്ടോ, ഒരൊറ്റ ഒരു അക്ഷരത്തിലാണ് സംഗതി മാറുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യന്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ലേണിംഗ് അറ്റ്മോസ്ഫിയറിൽ പെടാത്തത് സിമ്പിൾ ആണല്ലോ അല്ലെ. ഇഷ്തിറാഖ് ഫിൽ ഇളറാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ ഒരു സമരങ്ങള് കാര്യങ്ങളൊക്കെ അതിലൊക്കെ പങ്കെടുക്കുക. താലീമുൽ ജമായി എല്ലാവരും കൂടി ടീമായിട്ട് ലേൺ ചെയ്യുന്നതാണ്, ഗ്രൂപ്പായിട്ട് ലേൺ ചെയ്യുന്നത്. താലിമു താവുനി കോപ്പറേറ്റീവ് ലേണിംഗും താലിമു തഷാറുക്കി കൊളാബറേറ്റീവ് ലേണിംഗും. അതിന്റെ ഡിഫറൻസ് കറക്റ്റ് ക്ലാസ് നോക്കി പഠിക്കണേ. താലിമു താവുനിയും താലിമു തഷാറുക്കിയും ചില ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. കറക്റ്റ് ഡിഫറൻസ് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ആൻസർ ചെയ്യാൻ പറ്റില്ല. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് ടൈം കളയുന്നില്ല. ജസ്റ്റ് അത് നോക്കിയിട്ട് പഠിക്കണം കേട്ടോ. ദെൻ ഇതല്ലെങ്കിലും നമുക്ക് ഇതിപ്പോ നിങ്ങൾക്ക് ഇപ്പൊ ഇളറാബ് എന്നുള്ളത് ചിലർക്ക് ഇതിന്റെ ടേം കിട്ടണം എന്നില്ല. അപ്പോ ബാക്കിയുള്ള 3 നോക്കാം. ഇതൊക്കെ ജൗ തദ്രീസ് ലേണിംഗ് എൻവയോൺമെന്റ് ആണ് ഈ പറയുന്നതൊക്കെ. ഇത് നമുക്ക് അറിയുന്നതാണ്. സോ എ ആൻസറിന് അവിടെ പോസിബിലിറ്റി കൂടുതലാണ്. ഓക്കെ, ആ രീതിയിലും ഒരു സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്ന രീതി ജസ്റ്റ് പറഞ്ഞാണ്. പക്ഷെ നമുക്ക് ഏകദേശം ഉറപ്പില്ലാതെ ഒരിക്കലും PSC ക്വസ്റ്റ്യനിൽ കൈവെക്കരുത് കേട്ടോ. മിൻ മഷ്റൂഅത്തി ഇസ്തിംതാഇയ്യ ഫി തദ്രീസ്, ടീച്ചിങ്ങില് കുറച്ച് ആസ്വാദ്യകരമായിട്ടുള്ള പ്രൊജക്റ്റുകള്. ഇത് എന്തുകൊണ്ടാണ് C എഴുതിയത്? ഇസ്തിംതാഇയ്യ എന്ന് പറഞ്ഞപ്പോ എന്റർടൈൻമെന്റ് അല്ലേ? ആസ്വാദനം. ഫീൽഡ് ട്രിപ്പ്. ഫീൽഡ് ട്രിപ്പ് ഓക്കെ, ആസ്വാദകരാണ്. പക്ഷെ സിനാത്തു സാബൂൻ, ഈ സോപ്പ് നിർമ്മാണമൊക്കെ കുട്ടികൾക്ക് ശരിക്കും ആസ്വാദകരല്ലേ? തർബിയത്തുൽ അസ്മാക്ക്, മീൻ എല്ലാ മക്കളും വളർത്തൽ. ഒരുപോലെ എൻജോയ് ഇല്ല, അത് ചെയ്യില്ലല്ലോ. ആക്ടിവിറ്റി അങ്ങനെയല്ലേ? ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടല്ലേ വരാ? ഇത് ആൻസർ കറക്റ്റ് C തന്നെയാണോ? ഈ ആൻസർ തെറ്റില്ല. എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റിയ ഒരു ഹിലാത്തല്ല. ഓക്കെ, പക്ഷേ എനിക്കൊരു അഭിപ്രായം തോന്നുന്നത് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഒരൊറ്റ സാധനം പോയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്.
എഴുതിയ കറക്റ്റ് ആണോ അല്ല. ലൈസ മിൻ മഷ്റൂഅത്തി ഇസ്തിംതാഇയ ഫി തദ്രീസ് എന്നാണ് ഇതിന്റെ ഓപ്ഷൻസ് നോക്കുമ്പോൾ കുറച്ചും കൂടി കറക്റ്റ് ആയിട്ട് തോന്നുന്നത്. കാരണം ആ ഒരു ക്വസ്റ്റ്യനിൽ ഒരു തെറ്റുള്ള പോലെ തോന്നുന്നുണ്ട്. അതായത് ടീച്ചിങ്ങിൽ ആസ്വാദ്യകരമല്ലാത്ത പ്രൊജക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചത്. മീൻ വളർത്തൽ കുട്ടികൾക്ക് ആസ്വാദ്യകരമാണ്. സോപ്പ് നിർമ്മാണം ആസ്വാദ്യകരമാണ്. ഫീൽഡ് ട്രിപ്പുകൾ ആസ്വാദ്യകരമാണ്. പക്ഷെ ക്ലാസ്സിൽ കള്ളത്തരം പറയുക എന്നൊക്കെ പറഞ്ഞാൽ അതായിട്ട് ബന്ധമല്ല. പക്ഷെ ഒരു ക്വസ്റ്റ്യനിൽ എന്തോ ഒരു മിസ്മാച്ച് തോന്നുന്നുണ്ട്. ആ ഒരു ക്വസ്റ്റ്യനെ കുറിച്ചിട്ട് നോക്കേണ്ടി വരും. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയുമോന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഇതാണ്. കാരണം ബാക്കി 3 നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും കുട്ടികൾ ആസ്വദിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. മറ്റേത് അതിനോട് ചേർന്നൊരു ഓപ്ഷൻ അല്ല. മെത്തഡോളജി ക്വസ്റ്റ്യൻസിന്റെ ഒരു രീതി നോക്കുമ്പോൾ അവിടെ ലൈസ എന്ന് പറയുന്ന ഒരു സംഗതി വിട്ടുപോയതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അറിയില്ല, ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം. ഇനി അടുത്തൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഓൾ ഓഫ് ദി അബവ് നൺ ഓഫ് ദി അബവ് എന്നൊക്കെ പറഞ്ഞ് ഒരു ടൈപ്പ്. അതായത് 2ഓ അതിലധികമോ ക്വസ്റ്റ്യന് നമുക്ക് കറക്റ്റ് ആയിട്ട് തോന്നുകയാണെങ്കിൽ, ഇപ്പൊ ഈ ഓൾ ഓഫ് ദി അബവ് കുലമാ സബഖ സഹീഹ് എന്ന് പറഞ്ഞിട്ട് മുകളിൽ പറഞ്ഞതെല്ലാം ശരി എന്നൊക്കെ ഉണ്ടല്ലോ, അതിൽ ചിലപ്പോൾ നമുക്ക് 2 വായിച്ചിട്ട് മനസ്സിലാവുന്നുണ്ട്, ഒന്ന് തീരെ എന്താണ് അർത്ഥം എന്ന് കിട്ടുന്നില്ല, ഒരു ഓപ്ഷന് കുല്ലമാ സബഖ സഹീഹാണ്. അങ്ങനെ വരുന്ന സമയത്ത് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെടുത്തുമ്പം എന്ന് പറയുമ്പോൾ ഈ സോപ്പ് നിർമ്മാണം സ്കൂളുകളിലുള്ള ഒരു ആക്ടിവിറ്റി ആണല്ലോ. സ്കൂളിൽ സോപ്പ് നിർമ്മാണം നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ ഉണ്ടായിരുന്നു. സോപ്പ്, ജാം ഉണ്ടാക്കല്, അങ്ങനെയൊക്കെ ജാം കുറെ ഉണ്ടാക്കല്, പരിപാടികളുണ്ട്. പിന്നെ മീൻ വളർത്തുന്ന പഠിപ്പിക്കുന്ന സ്കൂളുകൾ നമ്മുടെ ഇവിടെ ജസ്റ്റ് കാണിക്കുന്ന, അല്ലെങ്കിൽ അക്വേറിയത്തിൽ മീനൊക്കെ വെച്ചിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒക്കെ കണ്ടിട്ടുണ്ട്. പല ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ചെയ്യുന്ന സ്കൂളുകളുണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ എന്തോ ഒരു കുഴപ്പം പോലെ തോന്നുന്നുണ്ട്. ക്ലെയിം ചെയ്ത ക്വസ്റ്റ്യൻ ആണോ എന്നുള്ളത് എനിക്കൊരു ഇവയ്ക്കിന്റെ ആൻസർ കീ നോക്കിയാ പോരെ. നോക്കട്ടെ. ഓക്കെ, നോക്കിയിട്ട് പറയാം. ജസ്റ്റ് അടുത്തത് ഓൾ ഓഫ് ദി അബോവ്. അപ്പോൾ 2ഓ അതിലധികമോ ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെന്താവും, ഓൾ ഓഫ് ദി അബോവ് കറക്റ്റ് ആവാന് സാധ്യത ഉണ്ട്. ഇനി ഏതെങ്കിലും ഒരു ഓപ്ഷന് അത് ഇൻകറക്റ്റ് ആണ്, നമുക്ക് അത് ഉറപ്പാണ് ഈ ഒരു ഓപ്ഷൻ ഇൻകറക്റ്റ് ആണ്, ഇത് ശരിയല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഓൾ ഓഫ് ദി അബോവ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് അപ്പൊ തന്നെ വെട്ടിക്കളയാൻ പറ്റും. അപ്പോൾ ഈ രീതിയിലാണ് ഓൾ ഓഫ് ദി അബോവ് അല്ലെങ്കിൽ നൺ ഓഫ് ദി അബോവ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണ്ടേ. ഒരു എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്യാം. മിൻ ഖുതുവാത്തി അതായത് ഖുത്തത്തു ദർസ് അൽയോമി, പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. പിന്നെ നമ്മുടെ ഡെയിലി ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നതിന്റെ സ്റ്റെപ്സിൽ പെടാത്തത് ഡെയിലി പ്ലാൻ ഉണ്ടാവല്ലോ, അതിലേതൊക്കെയാണ്? നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. കുല്ലമാ സബഖ സഹീഹ്. ഇത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഇതെല്ലാം നമുക്ക് എന്താണ് പോസിറ്റീവായിട്ട് നമ്മൾ പറയാണ്. ഇതെല്ലാം പോസിറ്റീവാണ്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ, നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കിവിടെ കുല്ലമാ സബഖ സഹീഹ്. ഇനിയിപ്പോ ഇതിൽ 2 ഇത് ഇപ്പൊ ഇതിന്റെ അർത്ഥം അറിയൂല, ഈ 2 കറക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാലും എന്തെന്നാണ്, നമുക്ക് കുല്ലമാ സബഖ സഹീഹ് പറഞ്ഞാൽ മതി. ശരി, ജസ്റ്റ് എക്സാമ്പിളിന് വേണ്ടിയിട്ട് എടുത്തിട്ടാണ് വീണ്ടും ക്വസ്റ്റ്യന്. ഓരോ ക്വസ്റ്റ്യനെയും നമ്മൾ നോക്കി കാണേണ്ട രീതി ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം. കറക്റ്റ് ആൻസർ അല്ലേ ഇത് നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഇതും കുല്ലമാ സബഖ സഹീഹ് വരുന്നത് ഒരു 2 തന്നെ കറക്റ്റ് ആയാല് പിന്നെ നമ്മള് മൂന്നാമത്തേത് കറക്റ്റ് നമുക്ക് അതിന്റെ അർത്ഥം അറിയൂലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കുല്ലമാ സബഖ സഹീഹ്. ഔസിയ ഇതിന്റെ മീനിങ് എന്താണ്? തവാസുലും ആ ലൗസിയ
തവാസുൽ മാൽ പാരന്റ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഗാർഡിയൻസ് ആയിട്ട്. ആ ഒരു കുട്ടിയുടെ വ്യക്തിപരവും അതുപോലെ തന്നെ ആ കുട്ടിയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും മനസ്സിലാക്കാന്. ക്ലിയർ അല്ല? താങ്ക് യു മാം. ദെൻ ലാസ്റ്റ് വൺ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ ഒരു എക്സാം എഴുതുന്ന സമയത്ത് ജസ്റ്റ് പെട്ടെന്ന് നിങ്ങൾക്ക് സമയമില്ല എങ്കിലും പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് പല പ്രാവശ്യം നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ടായിരിക്കും, എന്നാലും നമ്മൾ എന്ത് ചെയ്യുക, തെറ്റിക്കുന്ന പരിപാടി. കാരണം എന്താ പറയുക, നമ്മള് എക്സാമിന് റിസൾട്ട് കിട്ടുന്ന കുട്ടികള് നമ്മള് ഇന്ന കുട്ടിക്ക് ചിലപ്പോൾ PSC കിട്ടും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. നേരെ മറിച്ച് അവരുടെ അത്രയൊന്നും എഫേർട്ട് എടുക്കാത്തവര് ലിസ്റ്റിലേക്ക് സുഖമായിട്ട് കയറി വരുന്ന ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് പിന്നെ അവരുടെ അടുത്ത് നമ്മൾ അങ്ങനെ നമ്മൾ പോയിട്ട് അന്വേഷിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അവർക്ക് അറിയുന്നത് മാത്രം ആൻസർ ചെയ്തു. മറ്റുള്ളവർ എന്ത് ചെയ്തു, എനിക്ക് ഏകദേശമൊക്കെ കിട്ടിയല്ലോ, ഇനി കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ഗസ് ചെയ്ത് നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അറിയാത്തതിൽ പോയിട്ട് കുത്തിക്കഴിഞ്ഞു. കുത്തിക്കഴിഞ്ഞാൽ എന്താവും, നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ മാർക്കിൽ അത് അങ്ങനെ പോകും. അപ്പോ നിങ്ങൾക്ക് രണ്ട് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഗസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്തോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ അങ്ങോട്ടേക്ക് അത് ഏകദേശം നമുക്കൊരു 90ന്റെ മേലെ ഗസ് ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളതിന് ചെയ്തോണ്ട്, അല്ലാത്തത് അറിയുന്നത് മാത്രം ചെയ്യാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ 1 മാർക്ക് നമുക്ക് ശരിക്കുള്ളതിൽ നിന്നാണ്ട് പോകും. ഓക്കെ, അപ്പൊ അത് എന്തായാലും PSC എക്സാമില് ഏറ്റവും കൂടുതൽ നമ്മുടെ ആർത്തി ഉണ്ടല്ലോ, ഈ ആർത്തി എന്ന് പറയുന്ന സാധനം ഏറ്റവും കൂടുതൽ PSC എക്സാം പോലെയുള്ള നെഗറ്റീവ് പിന്നെ മാർക്ക് വരുന്ന എക്സാംസുകൾ ഒരാൾക്ക് എത്ര അത്യാഗ്രഹം ഉണ്ട് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് അളക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവനാൻ അറിയുന്നത് എഴുതുക. എനിക്കിതേ അർഹത ഉള്ളൂ, കാരണം ഞാൻ അത്രേ പഠിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഇതേ മനസ്സിലാവുന്നുള്ളൂ, അതിന്റെ അർഹതക്കുള്ള എനിക്ക് കിട്ടിയാൽ മതി എന്നുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ മേ ബി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതാക്കാൻ പറ്റും. മറ്റത് ആ നേരം നമ്മുടെ മെമ്മറി എങ്ങനെയെന്ന് പോലും പറയാൻ പറ്റില്ല. പക്ഷെ അത് വിചാരിച്ചിട്ട് നമുക്ക് നെഗറ്റീവ് ഇല്ലാത്തതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഫുള്ളായിട്ട് ആൻസർ ചെയ്തിടും വേണം. ഇവിടെ നമുക്ക് ആ ഒരു നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റണം. ഇത് ചെയ്യരുത്, ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് അറിയുന്നതും കൂടി മാർക്ക് പോകും എന്നുള്ളത് കറക്റ്റ്. അത് ഓർത്ത് വെക്കണം. പലപ്പോഴും സംഭവിക്കുന്നതാണ്. കാരണം അറിയുന്ന മാർക്ക് നമ്മളെ കയ്യിൽ നിന്ന് അങ്ങനെ പോകും, ആ ഒരു രീതി വരും ഇതില്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോ ഇതിനെ കുറിച്ച് പറയലുണ്ടല്ലോ, നമ്മുടെ ഇസ്ലാമില് പരദൂഷണം പറയുന്നതിനെ കുറിച്ച്, നമ്മൾ ഉണ്ടാക്കിയ സ്കോറിന്ന് അതിങ്ങനെ വേറുള്ളവർക്ക് പോവാന്ന് പറയല്ലോ. ഓക്കെ യെസ്, മാർക്ക് പോകുമ്പോഴാണ് മനസ്സിലാവുക. യെസ്, അതന്നെയാണ്. ആൻസർ ചെയ്യരുത്, ഉറപ്പുണ്ടോ ഇല്ലേന്ന്. ഉറപ്പുള്ളത് 10 ക്വസ്റ്റ്യൻ ആണ് അറിയണമെങ്കിൽ 10 ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്താണ്, നമ്മളെ കുറിച്ച് ഒരു അഭിമാനം ഉണ്ടാവും, എനിക്ക് 10 മാർക്ക് കിട്ടിയണല്ലോ എന്ന്. നേരെ മറിച്ച് 10 ക്വസ്റ്റ്യൻ അറിയാം, ബാക്കി 20 ക്വസ്റ്റ്യനും നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10 ഉണ്ടാവില്ല, 0 അടിച്ചിട്ട് നമ്മൾ നിൽക്കും. അപ്പൊ നമുക്ക് ഇതുപോലും എനിക്ക് അറിയില്ലല്ലോ എന്നുള്ള സംഗതി വരും. അതുകൊണ്ട് എനിക്കുള്ളത് എനിക്ക് മതി. നമ്മൾ എത്രയാണോ നമ്മൾ എഫേർട്ട് എടുത്ത് അത്രേ നമുക്ക് കിട്ടും, അത് നമുക്ക് കിട്ടും. അപ്പൊ ആ രീതിയിൽ ചെയ്യാം. ഒരിക്കലും നെഗറ്റീവ് മാർക്കിന് ചോദിച്ചു വാങ്ങരുത്. അത് PSC ചെയ്യുന്ന സമയത്ത് പലപ്പോഴും എത്ര പഠിക്കുന്ന കുട്ടിയായാലും ഉണ്ടാവുന്ന ഒരു രീതിയാണ്. അപ്പൊ അത് മനസ്സിൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മുകളിൽ തന്നെ വേണമെങ്കിൽ എഴുതി വെച്ചോണ്ട് കാരണം നമുക്കിങ്ങനെ ഒരു ടെൻഡൻസി വരും, അത് ചിലപ്പോൾ ആവാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കുത്തിപ്പോകും. ചിലതൊക്കെ കറക്കി കുത്തി കഴിച്ചിലാവും, പക്ഷെ അതിന്റെ അപ്പുറം നഷ്ടം ഇപ്പുറത്ത് കാത്തിരിക്കുന്നുണ്ടാവും. എത്ര പെർസെന്റേജ് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് ചെയ്യാം? പെർസെന്റേജ് അത് നമ്മൾ ഉറപ്പല്ലേ, അത് നമുക്കൊരു 95 ഞാൻ അത്രേ പറയുള്ളൂ. കാരണം ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ ഇനിയിപ്പോ ഒരു 95 ഒക്കെ ഉറപ്പുണ്ടെങ്കിൽ 2 എണ്ണത്തിന് ചെയ്യാം. ആ ക്വസ്റ്റ്യൻ റൗണ്ട് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ ഏതൊക്കെ ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൗണ്ട് ഇടുക. എനിക്കിത് ഒരു 95% എനിക്കിതിന് പറ്റും, നോക്കട്ടെ എനിക്കിത് അറിയാന്നുള്ളത്. എന്നിട്ട് ആ ഒരു റൗണ്ട് ചെയ്തതിനെ മൊത്തം ഒന്ന് എടുത്ത് അനലൈസ് ചെയ്യാം. അനലൈസ് ചെയ്തതിന്റെ ശേഷം എന്ത് ചെയ്യാം, പിന്നെ അതില് ഏറ്റവും 2 എണ്ണം, അതിൽ കൂടുതൽ ചെയ്യരുത്. 3 എണ്ണം ആയി കഴിഞ്ഞാൽ 1 മാർക്ക് പോകും. അങ്ങനെ തന്നെ അല്ലേ? ഓക്കെ മാം. അതുപോലെ തന്നെ ഞാൻ ഫസ്റ്റ് ടൈം ആണ്, അപ്പൊ നമുക്ക് പെൻസിൽ വെച്ച് ആദ്യം മാർക്ക് ചെയ്തിട്ട് പിന്നെ പേന വെച്ച് കിടക്കും, അങ്ങനെയൊക്കെ സമയം ഉണ്ടാവുമോ? അങ്ങനെയൊന്നും ഒരു ക്വസ്റ്റ്യന് പിന്നെ 1 മിനിറ്റ് അല്ല, ഉണ്ടാവുമോ? നമുക്ക് ഡൗട്ട് ഉള്ളത് പെൻസിൽ വെച്ച് മാർക്ക് ചെയ്യാം, എന്നിട്ട് ലാസ്റ്റ് നോക്കാനൊക്കെ ടൈം ഉണ്ടാവോ ഇതിന്? അതൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഉണ്ടാവില്ല. അങ്ങനത്തെ ഓക്കെ. രീതിയിലുള്ള കാര്യങ്ങളൊന്നും നടക്കൂല. ചെയ്യുന്ന
ചെയ്യാം. ഞാൻ പിന്നെ അത് ഫസ്റ്റ് ടൈം ഉം. ഞാൻ ഫസ്റ്റ് ടൈം എഴുതിയപ്പോ ഇതുപോലെ പെൻസിൽ മാർക്ക് ചെയ്യാൻ വേണ്ടി ഇരുന്നു. പക്ഷെ അവസാനം നമ്മൾ കറുപ്പിക്കാൻ വേണ്ടി വന്നപ്പോ ലാസ്റ്റ് ഒന്നിനും സമയം ഉണ്ടായില്ല. എന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ തന്നെ രണ്ടെണ്ണം കറുപ്പിച്ചു. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ വന്നു. ടൈം ഇതാവാതെ ടൈം വന്നപ്പോ. മാനേജ് ചെയ്യலாம். ഒരു ക്വസ്റ്റ്യൻ വായിക്കാം, അറിയോ നോക്കാം. ഒറ്റ പ്രാവശ്യം വായിക്കുമ്പോ അറിയോ നോക്കാം. അറിയൂല, അവിടെ ഇട്ടിട്ട് ഓടുക അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. അവിടെ ആ ക്വസ്റ്റ്യനെ പിന്നെ അനലൈസ് ചെയ്യാൻ നിൽക്കരുത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തില് ഞാൻ പറഞ്ഞല്ലോ വെരി ഈസി ക്വസ്റ്റ്യൻസ് കുറെ ഉണ്ടായിരിക്കും. അത് ആ ഒരു വെരി ഈസി ചിലപ്പോൾ എത്രയായിരിക്കും, ഒരു 30 വെരി ഈസി ആയിരിക്കും. നമ്മളിപ്പോ 100 ക്വസ്റ്റ്യൻ ഉണ്ടാക്കുകയാണെങ്കിൽ 30 വെരി ഈസി കൊടുക്കണം, ഒരു 30 ആവറേജ് കൊടുക്കണം, പിന്നെ ഒരു 30 ഹാർഡ് കൊടുക്കണം. അങ്ങനെയുള്ള ഒരു കണക്കുണ്ടല്ലോ. അപ്പൊ ആ ഒരു കണക്കില് നമ്മൾ ഓടുക, ആദ്യത്തിൽ ഓടുക, ഒറ്റ വായനയിൽ എനിക്ക് കിട്ടുന്നത് അത് മൊത്തം കരസ്ഥാക്കാം. പിന്നെ അടുത്ത ലെവലിലേക്ക് കയറാം. അങ്ങനെ അങ്ങനെ കയറാം. നമ്മൾ ഏത് ലെവലാണോ, നമ്മളിപ്പോ ഹാർഡ് ലെവലിലുള്ളവരാണെങ്കിൽ അത് ആൻസർ ചെയ്യാൻ പറ്റും. നമ്മളൊരു വെരി ഈസിയിലൊക്കെ ഉള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ മീഡിയത്തിലുള്ളവരാണെങ്കിൽ നമുക്ക് അതൊക്കെ ആൻസർ ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാ, ഹാർഡ് ലെവലിലുള്ളവരെ ക്വസ്റ്റ്യന് നമ്മൾ അവിടെ ഇങ്ങനെ ഇരിക്കും, അത് കിട്ടുന്നവരെ അവിടെ ഇരിക്കും. അതുപോലെ ജനറലിൽ കുറെ നേരം ഇരിക്കും. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവലുണ്ട്. ഓക്കെ. ദെൻ ടൈം മാനേജ്മെന്റ് ഞാനത് ഇവിടെ രണ്ടാക്കി എഴുതിയത്. ബിഫോർ എക്സാമും ഡ്യൂറിങ് എക്സാമും പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് ആളുകൾ ചെയ്യുന്ന പ്രശ്നങ്ങളാണ്. പിന്നെ എക്സാമിന്റെ മുമ്പ് നമ്മൾ ടൈം മാനേജ് ചെയ്യാത്ത വലിയൊരു പ്രശ്നമാണ്. കാരണം ഇപ്പൊ നിങ്ങൾക്ക് എക്സാം അടുത്ത് വരികയാണ്. ഈ ഒരു സമയത്ത് കറക്റ്റ് ആയിട്ട് ഇരുന്ന് പഠിക്കണം. അതായത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് പുതിയത് പഠിക്കാൻ ഇനി ശ്രമിക്കരുത്. അതായത് തീരെ എനിക്ക് എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഡീപ്പ് സബ്ജക്റ്റ് ഒക്കെ നമ്മൾ പുതിയത് പഠിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചും കൂടെ ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥ നമുക്ക് വരാണ്ട്. അത് ഭയങ്കര പ്രശ്നമാണ്. ഇപ്പൊ നമ്മൾ പഠിച്ചത് മനസ്സിൽ ഉറപ്പിക്കുക. കാരണം ഇപ്പൊ പല ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് തന്നെ ഇപ്പൊ ഫീൽ ചെയ്തിട്ടുണ്ടാവും അറിയുന്നത് കൊണ്ടുപോയിട്ട് തെറ്റിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, പഠിച്ചത് മാക്സിമം എന്ത് ചെയ്യുക, തറോ ആക്കുക. ഇനി പുതിയത് ഒരുപാട് പഠിക്കരുത്. നമ്മുടെ ബ്രെയിനും അത് ഉൾക്കൊള്ളാൻ പറ്റുമോ എന്നുള്ളത് പറയാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ ഉറക്കം കറക്റ്റ് ആയിട്ട് ഉറങ്ങിയിട്ടില്ലെങ്കിൽ നമ്മൾ ഓട്ടക്കോരിയിൽ വെള്ളം ഒഴിക്കുന്ന പോലാവും. ഒരുപാട് അതിലേക്ക് ഇങ്ങനെ കൊടുക്കുന്നുണ്ടാവുള്ളൂ. അതെല്ലാം ബ്രെയിനിന്റെ കപ്പാസിറ്റി, അതൊക്കെ മെക്കാനിസം ആണ്. പ്രോപ്പർ ആയിട്ട് ഉറങ്ങുക, സ്ട്രെസ് മാനേജ് ചെയ്യുക, അതുപോലത്തെ കുറെ കാര്യങ്ങളാണ് എക്സാമിന്റെ മുന്നിൽ. ഇതൊക്കെ ചെയ്താലേ ടൈം അവിടെ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. പഠിക്കുന്ന സമയം കറക്റ്റ് ഫോക്കസ് ചെയ്ത് കറക്റ്റ് പഠിക്കുക. എല്ലാം കൂടെ തീർക്കണം എന്നുള്ള ഒരു ഓട്ടം ഉണ്ട് നമുക്ക് സിലബസ് ആദ്യത്തുനിന്ന് വായിച്ചിട്ട് അവസാനം വായിച്ചു കഴിഞ്ഞാലേ നമുക്കൊരു സമാധാനം വരുള്ളൂ. അത് പണ്ടേ കോളേജിൽ നിന്നും മറ്റിടത്തുനിന്നും പഠിച്ചിട്ടുള്ള നമുക്കൊരു ശീലമാണ്. കോമ്പറ്റേറ്റീവ് എക്സാമിൽ ആ സ്വഭാവം ഒക്കെ നമ്മൾ നിർത്തേണ്ടി വരും. ഏറ്റവും സ്കോർ കിട്ടുന്ന ഭാഗങ്ങൾ പിക്ക് ചെയ്ത് പഠിക്കുക. അതുപോലെ പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്ത് പഠിച്ചാൽ ഏറ്റവും നല്ലത്. പഠിക്കുന്ന ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യുക. പഠിച്ചിട്ട് തലയിൽ നിൽക്കാത്ത പോയിന്റ്സ് ഒക്കെ പെട്ടെന്ന് ക്വസ്റ്റ്യൻ ആക്കി 4 ഓപ്ഷൻ ഇട്ടിട്ട് പഠിക്കുക. എന്നിട്ട് എക്സാമിന് പോകുമ്പോൾ അത് പഠിച്ചാൽ അത് നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യും, അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് നിൽക്കും. അപ്പൊ അതുപോലെയുള്ള ഞാൻ കുട്ടികളോട് പറയുന്ന കാര്യം പറയല്ല, ജസ്റ്റ് എക്സാമിന്റെ മുമ്പ് ഇതുപോലത്തെ കുറെ കാര്യങ്ങൾ ടൈം മാനേജ്മെന്റ് പക്കായിരിക്കണം. ഫസ്റ്റ് ടൈം എഴുതുന്നവരൊക്കെ ഒരുപാട് ഡീപ്പായിട്ട് പഠിച്ചിട്ടുണ്ടാവോ എന്നുള്ളത് പറയാൻ പറ്റില്ല. പക്ഷെ അറിയുന്ന ഭാഗങ്ങൾ എന്ത് ചെയ്യുക, പക്കാവുക. ഓടി പിടിച്ച് പഠിക്കാൻ നിൽക്കരുത്. കഴിയുന്നതും പുതിയത് ഇനി പഠിക്കാതിരിക്കുക. 2 ദിവസമല്ലേ എക്സാമിന് വരുന്നുള്ളൂ. ഇനി ഒരാഴ്ചത്തിന്റെ അപ്പുറം വരുന്ന എക്സാമിനും കഴിയുന്നതും പുതിയത് പഠിക്കാതെ പഠിച്ചത് തറവാക്കുക. ദെൻ എക്സാം ടൈമിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ അറ്റൻഡ് ചെയ്യുന്ന 100 ക്വസ്റ്റ്യനും നമ്മുടെ പിന്നെ ടൈം മാനേജ്മെന്റ് സ്കില്ലുകൾ മാത്രമല്ല നോക്കുന്നത്. നമുക്കൊരു കാര്യം കണ്ടിട്ട് ഇത് എനിക്ക് കറക്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ചത് എത്രത്തോളം കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ട് അതവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അളക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഒരു അത്യാഗ്രഹം അത് അളക്കുന്നുണ്ട്, എത്രത്തോളം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഫോക്കസ് ചെയ്യേണ്ട ഭാഗം ഞാൻ പറഞ്ഞില്ലേ, ഏത് ഭാഗമാണ് ഫോക്കസ് ചെയ്യേണ്ടത് നമുക്ക് ഇതിൽ പറയാൻ പറ്റില്ല. വെയിറ്റേജ് വരുന്നത് ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ തന്നെ കാണാൻ പറ്റും. ഇപ്പം മെത്തഡോളജിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ കുറച്ച് വർഷത്തേക്ക് ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള കാലം ഉണ്ടായിരുന്നു, പിന്നെ ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ടൈപ്പ് വന്നിട്ടുണ്ട്. അപ്പൊ അത് ഓരോ ടൈമിൽ അവർ തീരുമാനിക്കും ഓരോ ഏരിയയിലേക്ക് വെയിറ്റേജ് പോട്ടെ. ട്രാൻസ്ലേഷൻ ആയാലും നെഹ്വാലൊക്കെ ആ ഒരു ട്രെൻഡ് കാണാൻ പറ്റും. അപ്പോ നമ്മൾ എന്ത് ചെയ്യാം, ഒരുപാട് പിന്നെ ഏത് ഭാഗമാണെന്ന് പറഞ്ഞിട്ട് അതിലിങ്ങനെ ഇരിക്കരുത്. എല്ലാ സബ്ജക്റ്റിലും നെഹ്വ് ആവട്ടെ മെത്തഡോളജി ആവട്ടെ ഏത് സബ്ജക്റ്റിലും സിമ്പിൾ ആയിട്ടുള്ള ഭാഗങ്ങളുണ്ട്. പഠിക്കാത്തവര് അല്ലെങ്കിൽ പഠിച്ചവര് ഏത് ലെവലിൽ എടുക്കുന്നവർക്ക് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഏരിയ വരുമല്ലോ. അതൊക്കെ എന്ത് ചെയ്യുക, പഠിച്ച് പോവാ. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇതൊക്കെ നമ്മൾ അക്യുമുലേറ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഇതിന്റെ ഒരു ഫുൾ സ്കോറിലേക്ക് നമുക്ക് എത്താൻ പറ്റുക.
അപ്പൊ എല്ലാ സബ്ജക്റ്റിനും ഈസി ആയ ഏരിയകൾ തറവായിട്ട് പഠിക്കുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്തായാലും എല്ലാവരും നന്നായിട്ട് ഇതാവട്ടെ. ഞാൻ ഇനി ഒരുപാട് ടൈം ഭയങ്കര ലാഗായി പോയി. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യന്? മാം ഒരു സംശയം ചോദിച്ചോട്ടെ. ആ ഈ മൻഹജ് ദിറാസി കരിക്കുലത്തിൽ നമ്മുടെ എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഒക്കെ ഉൾക്കൊള്ളുമോ സ്കൂളുകളിൽ നടത്തുന്ന? മൻഹജ് ദിറാസി കരിക്കുലം എന്ന് പറഞ്ഞാൽ എൻറ്റയർ നമ്മളെ പാഠപുസ്തകം മാത്രമല്ല, എൻറ്റയർ ഇത് വരുന്നതാണ് കരിക്കുലം എന്ന് പറയുന്നത്. മൊത്തം ആ ഒരു വർഷ കുട്ടിക്ക് എന്തൊക്കെ കിട്ടണം, ശാരീരികമായിട്ട് മാനസികമായിട്ട് എല്ലാം, ഫുൾ എല്ലാ ലെവലിലും, ഓൾ ഇൻ ഓൾ ലെവലിൽ കിട്ടേണ്ടത്, അതിനാണ് കരിക്കുലം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? പെട്ടെന്ന് ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങളെ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ടൈമാണ്. ഈ കാര്യങ്ങൾ മനസ്സിൽ വെക്കുക, എന്നിട്ട് അതിനനുസരിച്ചിട്ട് പ്രിപ്പയർ ചെയ്ത് പോവാ. പുസ്തക ദർസ് ഒരു അധ്യാപിക ഇതാക്കുന്നതാണല്ലോ. മൻഹജ് ദിറാസി അധ്യാപിക അല്ലല്ലോ അത് ഡിസൈൻ ചെയ്യുന്നത് അല്ലേ? മൻഹജ് ദിറാസിയെ നമ്മുടെ പിന്നെ പാഠ്യപദ്ധതിയൊക്കെ തയ്യാറാക്കുന്നവരാണ്. അവരാണ് ഓരോ കുട്ടിക്കും ഇത്ര വേണം എന്നുള്ളത്, ഒരു 2ാം ക്ലാസ്സിലെ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ഇത്ര വേണം, ഇത്ര കാര്യങ്ങൾ ആ കുട്ടി അറിഞ്ഞിരിക്കണം, ഇന്ന കാര്യങ്ങൾ അറിയണം, അത് അവരാണ് തീരുമാനിക്കുന്നത്. അതിന്റെ ബേസിൽ ഈ കാര്യങ്ങൾ കുട്ടിക്ക് കിട്ടണം. അപ്പൊ അത് ഏത് രൂപത്തിൽ കൊടുക്കണം, അത് ആ ടീച്ചറാണ് തീരുമാനിക്കുക. ലെസൺ പ്ലാൻ തയ്യാറാക്കുമ്പോൾ അവർക്ക് അത് ആ ഖുദ്ദത്ത് ദർസിൽ തന്നെ കുറെ കാണിക്കും, ഇന്ന ആക്ടിവിറ്റീസുകൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് ആ ടെക്സ്റ്റിലുള്ള സാധനത്തിനെ കലാപരമായി കുട്ടികളെ കയ്യിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. മറ്റ് ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും എന്താണ് നല്ലൊരു നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റട്ടെ, നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യാം. ശുക്രൻ ലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.